അന്ന് എനിക്ക് പിന്നെ വന്നത് ഒന്ന് രണ്ട് സിനിമയിൽ അഭിനയിക്കാനുള്ളൊരു സംഭവമാണ് വന്നത്. കാരണം ഞാൻ ഈ കൊച്ചിൻ ടാലൻറ്റിൽ പോകുന്ന സമയത്ത് ഞാൻ നിൽക്കുന്ന സമയത്ത് തന്നെ ഇവർ യാത്ര പോകണം വണ്ടിയിൽ. അപ്പോൾ എന്നെ വിളിച്ച് നീ വരുന്ന ഒരു ഷൂട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ തമാശ എന്ന് വിചാരിച്ചു. അപ്പോൾ സീരിയസ് ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കയറിപ്പോയി. ചെന്നപ്പോൾ നഗരത്തിൽ സംസാര വിഷയം ഒരു ഫിലിം ഉണ്ടായിരുന്നു. ജഗദീഷും സിദ്ദീഖുമാണ് അതിൻ്റെ മെയിൻ. അന്നത്തെ ദിവസം ഷൂട്ടിംഗ് കഴിഞ്ഞ് പിറ്റേന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ പിറ്റേന്ന് വേറൊരു ആളാണ് പോയത്. ഇപ്പോഴും ഉണ്ട് പുള്ളി പോയിട്ട് എന്നോട് പിറ്റേന്ന് തിരിച്ചു കൊണ്ടുവന്നിട്ടാ നിൻ്റെ സീനൊക്കെ കട്ട് ചെയ്തിട്ടാ, കാരണം എൻ്റെ സീനാണ് എടുത്തിരിക്കണം, നീ ഇന്നലെ വന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അപ്പോൾ നീലക്കുറുക്കന് മുമ്പ് എനിക്ക് തോന്നണം ജോണി വാക്കറിലാണ് ഞങ്ങൾ പോയത്. അതിൽ ഓടിക്കുന്നില്ലേ ആ വണ്ടി ഞങ്ങളെ വണ്ടിയാണ്. ആ 4 വണ്ടി ഞങ്ങളല്ല. ഞങ്ങളന്ന് എല്ലാവരും തോമ്പടിയിലൊരു ഗ്യാങ്. മമ്മൂക്കാനായിട്ട് ഭയങ്കര ആദ്യമൊക്കെ ഞങ്ങൾക്കൊരു ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു. പക്ഷേ ഞങ്ങൾ മാറി നിൽക്കും. അപ്പോൾ മറ്റുള്ള ഒരു പയ്യൻ വന്നിട്ട് അവനോട് കുറച്ച് അവൻ്റെ ബിഹേവിയർ ഇത്ര ശരിയായില്ല. അപ്പോൾ ഇങ്ങനെ ചോദിച്ചപ്പോൾ ക്യാമറ എടുക്കാം, ഒന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് പെട്ടെന്ന് അവിടെ എന്തോ പറയണമെങ്കിൽ കേട്ടോടെ ദൂരം. അപ്പോൾ ഞങ്ങൾക്ക് പേടിയാണ്. അപ്പോൾ ഞാൻ സാറേ ഞങ്ങൾ എറണാകുളത്ത് നിന്ന് കൊച്ചിയിൽ നിന്ന് വെച്ചാൽ അറിയാം ജയ സാറ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിൽ മറ്റേ ജുമാ സമയത്ത് നിസ്കരിക്കാൻ സമയത്ത് വെള്ളമൊക്കെ ഇട്ട് ജുബൊക്കെ ഇട്ടേ വരുള്ളൂ. അന്ന് ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ആരിഫ ഹാസൻ്റെ പെങ്ങളെ മോനാന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് അതെ ആരിഫ ഹാസൻ എന്ന് പറഞ്ഞാൽ ഡയറക്ടറല്ലേ, ലാസ്റ്റ് സാമ്രാജ്യമൊക്കെ പിടിച്ചത് മൂർഖാൻ ബെൻസ്വാസു. എൻ്റെ ഉമ്മയുടെ മൂത്താപ്പയുടെ മകനാണെന്ന് പറഞ്ഞു. ചേട്ടനിമാരും മക്കളാണ്. പിന്നെ എന്നായിട്ട് കുറേ നേരം ഇപ്പം അവർ ഫിലിമൊന്നും പിടിക്കണില്ല. അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ നേരം അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച്. മുസാഫിർ ഹൂ യാരോ നഗർ ഹേ നാ ഠികാനാ മുझे ചലത്തെ ജാനാ ഹേ ബസ് ചലത്തെ ജാനാ. വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഗസ്റ്റാണ് നമ്മുടെ കൂടെ ഉള്ളത്. കൊച്ചിക്കാർക്കൊക്കെ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, ഇദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേട്ടിട്ടുണ്ട്. ശ്രീ നവാസ് മൊയ്തു, സ്വാഗതം. താങ്ക് യു. ഇപ്പോൾ നമ്മൾ കൊച്ചിക്കാർക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, സ്ഥിരമായിട്ട് നമ്മൾ ഗാനമേളകളിലും അല്ലാതെ ഈ പല കല്യാണ പരിപാടികളിലും ആൽബങ്ങളിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എനിക്കൊണ്ട് അറിയാത്ത പ്രേക്ഷകർക്ക് എന്നെ ഒന്ന് പറഞ്ഞു തുടങ്ങാം. ശരിക്ക് നവാസ് മൊയ്തു എത്ര വർഷമായി ശരിക്കും ഈ ഒരു പാട്ട് അല്ലെങ്കിൽ പാട്ടിൻ്റെ ഈ ഒരു ലോകത്ത് സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 10-35 വർഷത്തോളമായി പാട്ടിൻ്റെ ഈ ഫീൽഡിൽ. ട്രൂപ്പുകളിലൂടെ പല ചെറുപ്പം മുതൽ ഇപ്പോൾ സ്കൂളുകളിൽ കൊടുത്താണ് പാടി തുടങ്ങിയത്. ഇപ്പോൾ വന്ന് പിന്നെ ഒരു സമയമായപ്പോൾ ഒരു ഏകദേശം ഒരു 17-18 വയസ്സ് സമയമായപ്പോഴത്തേനും ട്രൂപ്പിലൊക്കെ കയറാൻ തുടങ്ങി. കാരണം പാട്ടുകൾ പലയിടത്തും ഇങ്ങനെ ഏതൊരു ഫംഗ്ഷനിലൊക്കെ പോകുമ്പോൾ കല്യാണ വീട്ടിലൊക്കെ പോകുമ്പോൾ ഒരു പാട്ടൊക്കെ പാടുമ്പോൾ അതിൻ്റെ ഇതൊക്കെ മനസ്സിലാക്കി അങ്ങനെ വേറൊരു ഒരു സദസ്സിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഞാൻ 2 ദിവസം അടുപ്പിച്ച് പോയി അവിടെ പാടിക്കാനപ്പോൾ ഒരു ട്രൂപ്പായിരുന്നു അത്, കൊച്ചിൻ ടാലൻറ്റ് എന്ന് പറഞ്ഞിട്ട്. അവരാണ് എന്നെ ഫസ്റ്റ് അവരെ കൈപിടിച്ച് ട്രൂപ്പിലോട്ട് കയറ്റുന്നത്. അന്ന് ശരിക്കും പറഞ്ഞാൽ കൊച്ചിൻ ഇബ്രാഹിം കേക്ക് ഉണ്ട് ആ ട്രൂപ്പിൽ. ശരിക്കും ഇപ്പോൾ ഈ എറണാകുളത്ത് ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാകാരന്മാരുടെ ഏരിയ ആണ്. ശരിക്കും എറണാകുളത്ത് ഏറ്റവും വലിയ കലാകാരന്മാർ വന്നത് അതാണ്. ശരിക്കും ഏത് ഭാഗത്താണ് വീട്? ഈ മട്ടാഞ്ചേരി പരിസരത്തല്ലേ? ശരിക്കും ഞങ്ങൾ എന്ന് പറഞ്ഞാൽ മട്ടാഞ്ചേരി മണ്ഡലമാണ്. നമ്മൾ മൊത്തം മട്ടാഞ്ചേരി മണ്ഡലമാണ്. അതിൽ തോപ്പുംപടി വില്ലേജാണ്. അതിൻ്റെ തോപ്പുംപടി ടു കരിയൽപ്പടി എല്ലാം അടുത്തടുത്താണ്. അല്ല, ഈ പാട്ട് പഠിച്ചിട്ടുണ്ടോ അതോ ഈ പറഞ്ഞ പോലെ ഈ ലോകത്ത് ജനിച്ചു വളർന്നുകൊണ്ട് അങ്ങനെ പാട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വന്നതായിരിക്കാം? കാരണം പാട്ട് ഞാൻ സത്യത്തിൽ പഠിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ കുഞ്ഞിൽ എനിക്ക് ഒരുപാട് ഈ നമ്മളെ സെർലാക്ക് പോലത്തെ പൗഡറുകളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ടിന്നുകളൊക്കെ ഇങ്ങനെ വീട്ടിൽ ഇഷ്ടം പോലെ കഴിച്ചത്. അപ്പോൾ എൻ്റെ മദറും ഫാദറും പഴയ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ പാട്ടുകളൊക്കെ കൂട്ടി വെക്കും. എന്നിട്ട് ഈ വടികൾ ഇങ്ങനെ 3 കൂടി കെട്ടിയിട്ട് ഈ പാട്ട് അതിൽ കമത്തി വെച്ചിട്ട് ഇങ്ങനെ അടിച്ച് കുഞ്ഞിലെ പാടും. അപ്പോൾ ഫാദറിൻ്റെ ബിസിനസ്സുകാരും ഇവരൊക്കെ വീട്ടിലോട്ട് പോകുമ്പോൾ അവരോട് മുതുക ഇവൻ ഭാവിയിലൊരു വലിയ കലാകാരനായി മാറൂട്ട, ഒരു പാട്ടുകാരനാവാൻ ചാൻസ് ഉണ്ട്, ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു. അപ്പം പിന്നെ അതുപോലെ എൻ്റെ ഫാമിലിയിൽ എൻ്റെ അങ്കിളുമാരൊക്കെ പെട്ടിയൊക്കെ വായിച്ച് പാടുന്ന മൂത്ത അങ്കിളൊക്കെ. എല്ലാവരും കലാകാരന്മാരാണല്ലേ? കൊച്ചി മട്ടാഞ്ചേരി പോയി കഴിഞ്ഞാൽ ഒരു വീട്ടിൽ ഒരു കലാകാരനുണ്ട് തീർച്ചയായിട്ടും. ഇപ്പം നമ്മളെക്കാളൊക്കെ നല്ല നല്ല പാട്ടുകാർ ഇഷ്ടം പോലെ ഉണ്ട് കൊച്ചിയിൽ. കാരണം നമ്മളിപ്പോൾ കേരളത്തിൽ തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചരിത്രപരമായിട്ട് നോക്കുകയാണെങ്കിലും പഴയ നമ്മൾ കേൾക്കുമ്പോൾ മെഹബൂബായിൻ്റെ മുംബൈക്ക എല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ശരിക്കും പ്രശസ്തമായിട്ടുള്ളൊരു കേന്ദ്രം
മട്ടാഞ്ചേരി തന്നെ, ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി തന്നെയാണ് കല. ഇന്നും അവിടെ സ്ഥിരമായിട്ട് വൈകുന്നേരങ്ങളിൽ, രാത്രി കാലങ്ങളിൽ 7 മണി 6:30 മണി തൊട്ടിട്ട് 10 മണി വരെയൊക്കെ എല്ലാ ക്ലബ്ബുകളുടെ മേളിലും ഇന്നും സംഗീതം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല ജോലി ചെയ്യുന്നവരായിരിക്കും, എല്ലാവരും പല ജോലി ചെയ്യുന്നവർക്ക്. എല്ലാവരും അതിൽ വലിയവനോ ചെറിയവനോ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും വന്ന് വൈകുന്നേരം വന്ന് ഒത്തുകൂടി പരസ്പരം എല്ലാവരും പെട്ടി തബല ഇതൊക്കെ വെച്ചിട്ട് ഇപ്പോഴുണ്ട് പല പല ക്ലബ്ബുകളും. മെഹബൂബ് മെമ്മോറിയൽ ഓർക്കസ്ട്രൻ്റെ അവിടെ ഉണ്ട്. അത് വെള്ളിയാഴ്ചകളാണ് അവിടെ സ്പെഷ്യലായിട്ട്. മറ്റുള്ള സ്ഥലങ്ങളിൽ പിന്നെ ഫോർട്ട് കൊച്ചി കുന്നുംപുറം ജംഗ്ഷനിൽ ഒരു മെഹഫിൽ ഓർക്കസ്ട്ര ഉണ്ട്. അവരുടെ മേളിലും അവർ സാധാരണക്കാരാണ്, അവർ ബിസിനസ്സുകാരും ഉണ്ട്. അവരിതുപോലെ അവരിപ്പോൾ പ്രോഗ്രാമൊക്കെ ചെയ്യാൻ തുടങ്ങി. പിന്നെ അതുപോലെ മ്യൂസിക് സോൺ, അത് നമ്മുടെ ഗോൾഡൻ ജംഗ്ഷനിൽ മേളിൽ അമ്മായിമുക്ക് എന്നൊക്കെ പറയും, അവിടെ ഫേമസ് ആയിട്ട് സ്ഥലവും. അതിൻ്റെ മേളിൽ തന്നെ ഒരു വലിയൊരു കൂട്ടായ്മയുണ്ട് മ്യൂസിക് സോൺ എന്ന് പറഞ്ഞിട്ട്. അവർ കുറേ കലാകാരന്മാർ അങ്ങനെ അവിടെ നിന്ന് വാർത്തെടുത്തിട്ടുണ്ട്, അവർ വന്ന് കൂടിയിട്ട്. പിന്നെ സായാഹ്ന കൂട്ടം, അത് വേറെ പ്രായമുള്ളവരെ കുറേ പല പല ഉണ്ട് ഇപ്പോൾ. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഡെയിലി പേപ്പർ എടുക്കുമ്പോഴും ഫോൺ തുറന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഓരോരുത്തരുടെ പ്രോഗ്രാമുകളാണ്. ഇത് കാണാൻ നേരമില്ല എന്നുള്ളൂ നമുക്ക്. അപ്പൊ ഈ പറഞ്ഞ സ്കൂളിൽ പഠിക്കുമ്പോൾ പാടി തുടങ്ങി, പിന്നെ ഈ ഒരു ട്രൂപ്പുകളിലൊക്കെ പോയി തുടങ്ങിയത് എപ്പോഴാ? അത് കഴിഞ്ഞിട്ട് ഒരു 18 വയസ്സൊക്കെ? 18 വയസ്സ്. ഞാനത് 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് തോന്നുന്നത് ഫസ്റ്റ് ട്രൂപ്പിൽ കയറുന്നത്. എനിക്ക് എൻ്റെ ഓർമ്മയിൽ 10ലൊക്കെ ഇപ്പോൾ 10 പഠിക്കുന്ന ടൈമിലാണ്. അന്ന് ആരുടെ നമ്മൾ പാടി തുടങ്ങുമ്പോൾ, ഈ ട്രൂപ്പിൽ പാടി തുടങ്ങുമ്പോൾ ആരുടെ പാട്ടുകൾ, ഏത് പാട്ടായിരുന്നു ഓർമ്മയുണ്ട്? ആരായിരുന്നു ഫേവറേറ്റ് സിംഗേഴ്സ് അന്ന്? അന്ന് തമിഴ് പാട്ടിലാണ് ഞാൻ കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്തത്. തമിഴ് ആരായിരുന്നു? SPB ആണോ? SPൻ്റെ പാട്ടൊക്കെ ഇപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലോ, മറ്റേ പുതു വസന്തങ്ങൾ എന്ന് പറഞ്ഞൊരു പാട്ട്, അതിൻ്റെ പാട്ട് മറ്റേ ഗുരുവായൂരപ്പ. പിന്നെ ഇതുണ്ടല്ലോ, അതാണ് ഇത് മുതലാവർ പാട്ട്, ഇങ്ങ് നിനക്കും താളം പോട്ട്, ഇങ്ങനെയുള്ളൊരു പാട്ടൊക്കെ ഉണ്ട്. പിന്നെ മാമാവും പൊണ്ണക്കോട് എന്നുള്ള പാട്ട് കേട്ടിട്ടുള്ള, മാമാവും പൊണ്ണക്കോട്, അതൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു ആ പാട്ട്. ഇളയരാജ ആ പാട്ടുകളൊക്കെ ഭയങ്കര ഹിറ്റ് പാട്ടുകളായിരുന്നു. പിന്നെ ആ സമയത്ത് അങ്ങനെയുള്ള പാട്ടുകളൊക്കെ ആയിരുന്നു പാടി ഞാൻ ട്രൂപ്പിൽ കയറുന്നത്. ഏതെങ്കിലും ഒരു പാട്ട് ഇപ്പോൾ 2 വരി ഒന്ന് ഓർമ്മയില്ല, അന്ന് ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ള പാട്ട്? അന്ന് മെലഡിയാണോ അടിപൊളിയാണോ കൂടുതൽ പാടിയിരുന്നത്? എല്ലാം കൂടുതൽ അന്ന് ഫാസ്റ്റ് നമ്പേഴ്സാണ് പാടിയിരുന്നത്. പിന്നെ മെലഡി നമ്മൾ ഇതൊക്കെയാണ് പാടാറ് അന്നൊക്കെ. പിന്നെ എനിക്ക് തോന്നുന്നു ഈ നമ്മളെ ഇതുണ്ടല്ലോ, 3-ാം പറയിലെ പാട്ടൊക്കെ കമലഹാസൻ്റെ, കണ്ണേ കലൈമാനെ കണ്ണിമയിലൻ കണ്ടേനുനെ നാളേ அந்திப்பகலுனை நான் பார்க்கிறேன், ஆண்டவனை இதைத்தான் கேட்கிறேன், ராரிராரு ஊராரிரு രാരിരാരു ഊരാരിരു. ഈ പാട്ടൊക്കെയാണ് മെലഡി. അങ്ങനെ കുറേ ഉണ്ട് മെലഡി. അന്നത്തെ വേറെ കുറെ പാട്ടുകൾ. തമിഴിലേക്ക് തിരിയാൻ കാരണം അല്ല, കൂടുതൽ തമിഴ് പടങ്ങളൊക്കെ കാണുന്നത്. കൂടുതൽ തമിഴ് പടങ്ങൾ ഇഷ്ടമാണ്. രജനീൻ്റെ, കമലഹാസൻ്റെ ഇളമെയ്തോ ഇന്നും പാടുന്നുണ്ട്. അതിൻ്റെ റീമിക്സ് കാണാറുണ്ട്. അതെ, ഇളമെയ്തൊക്കെ ഇന്നും പാടും നമ്മൾ. അപ്പം അങ്ങനെയുള്ളതാണ്. പിന്നെയാണ് ഞാൻ ഹിന്ദി പാടുമായിരുന്നു എങ്കിലും, പിന്നെ ഈ കല്യാണ സദസ്സുകളൊക്കെ എവിടെയെങ്കിലൊക്കെ പരിപാടിക്ക് പോകുമ്പോൾ കയറുമ്പോൾ അവിടെ കയറി ഒരു ഹിന്ദി പാട്ടൊക്കെ പാടും. ഏതെങ്കിലും പഴയ മുസാഫർ, പഴയ പാട്ടിലാണ് ഹിന്ദി തുടങ്ങി വന്നത്. പിന്നെ കയാമച്ചിലെ പാട്ടൊക്കെ പാടുമായിരുന്നു. ഹേ മേരെ ഹംസഫർ അങ്ങനെയൊക്കെ പാടിയൊക്കെ അങ്ങനെയൊക്കെ വരുമായിരുന്നു. പിന്നെ ജോലി അതിൻ്റെ കൂടെ ജോലി തുടങ്ങിയിട്ടില്ല. അന്ന് എൻ്റെ ഫാദർ വലിയ ബിസിനസ്സുകാരനൊക്കെ ആയതുകൊണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ പുള്ളിൻ്റെ കീഴിലും നമ്മളിങ്ങനെ പറന്ന് നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അങ്ങനെയാണ് ട്രൂപ്പിൽ കയറി കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇവരോട് പോകാനും പിടിക്കാനൊക്കെ അങ്ങനെ തുടങ്ങിയത്. പിന്നെ അതിനുശേഷം അവരുടെ ട്രൂപ്പിൽ നിന്നാണ് പിന്നെ അടുത്ത ട്രൂപ്പുകളിലോട്ടൊക്കെ ഞാൻ പയ്യെ ചേക്കായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ വിപിൻ സേവർ ഉണ്ടല്ലോ, നമ്മുടെ ഫ്രണ്ട് സിംഗർ, പ്ലേബാക്ക് സിംഗർ, നമ്മുടെ KGF ഒക്കെ നമ്മളെ ക്ലോസ് ഫ്രണ്ടാണ്. അപ്പോൾ അവൻ ഈ കൊച്ചിൻ ടാലൻറ്റ് എന്ന് പറഞ്ഞ ഈ ട്രൂപ്പ് രണ്ടായിട്ട് കൊച്ചിൻ ടാലൻറ്റ്സ് പറഞ്ഞ് വേറെ അവർ സെപ്പറേറ്റ് തുടങ്ങി. അതിൽ വന്നപ്പോഴാണ് ഞാൻ ഹിന്ദിയിലോട്ട് കടന്നത്. കാരണം അത് വന്നപ്പോൾ അതിൽ എന്നെയും വിപിനെയും വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഹിന്ദിയും വിപിൻ തമിഴുമായി. അങ്ങനെ ഞങ്ങൾ ഒരുപാട് പരിപാടി കൂടിയുണ്ട്. അതിൽ ഓർമ്മയുള്ളൊരു പ്രോഗ്രാം കൽപ്പറ്റയിൽ, വയനാട് കൽപ്പറ്റയിൽ ഞങ്ങളൊരു പരിപാടിക്ക് കൂടിയതും, പിന്നെ നമ്മളുടെ എന്താ പറയുക, അന്നൊക്കെ കോറസിൻ്റെ കൂടെ നമ്മുടെ കണ്ണൂരൊരു പരിപാടി കൂടിയതും, കണ്ണൂർ പാനൂർ ബീച്ചിലൊരു പ്രോഗ്രാം കൂടിയതാണ് എനിക്ക് ഓർമ്മയുള്ളത്. വിപിനായിട്ടുള്ള. പിന്നെ ഒരുപാട് പരിപാടി കൂടിയുണ്ട്. അത് കുറേ ഒന്നും ഓർമ്മ കിട്ടില്ല. അങ്ങനെ ഹിന്ദി പിന്നെ അവിടെ നിന്ന് പിന്നെ പുറത്തേക്ക് വിദേശത്തേക്ക് പോയി അല്ലേ? ഇല്ല, വിദേശത്തേക്ക് പിന്നെ ഒരുപാട് നാൾക്ക് ശേഷം പിന്നെ കോറസിലായിരുന്നേ.
കോറസിൽ 4 വർഷം ഉണ്ടായിരുന്നു. 4 വർഷം കോറസിൽ തന്നെ സ്ഥിരമായിട്ട് 2000-ലാണ് ഞാൻ കുവൈറ്റിലോട്ട് പോണത്. ഞാൻ കുവൈറ്റിൽ ഞങ്ങൾ ലാസ്റ്റ് കോറസുമായിട്ടൊരു വലിയ പ്രോഗ്രാം പോയത് നാഗാലാൻഡാണ്. നാഗാലാൻഡ് പ്രോഗ്രാം യാത്ര ചെയ്തിട്ടുണ്ട്, ഭയങ്കര യാത്രയായിരുന്നത്. അത് ശരിക്കും അങ്ങോട്ട് 5 ദിവസം ട്രെയിനിൽ, പിന്നെ അവിടെ നിന്ന് ഒരു ദിവസം ബസ്. മലയാളി അസോസിയേഷൻ്റെ പരിപാടി ഇവിടെ നാഗാലാൻഡ്. അവരെല്ലാവരും പോലീസ് ഓഫീസൊക്കെ ആണല്ലോ അവരുടെ. അപ്പോൾ അവരാണ് ഞങ്ങളെ പ്രൊട്ടക്ഷൻ ചെയ്ത് കൊണ്ടുപോകണൊക്കെ. ഭയങ്കര ഡേഞ്ചറാണല്ലോ അവിടെ. 2 ദിവസത്തെ ഒറ്റ ദിവസത്തെ പ്രോഗ്രാം ഉള്ളൂ ശരിക്കും അവിടെ. പക്ഷെ 3 ദിവസം അവരവിടെ നമ്മൾ നിർത്തിയിട്ടാണ് പിന്നെ വിട്ടത്. വലിയ പരിപാടി അതായിരുന്നു കോറസിൻ്റെ. അപ്പം അന്നും ഈ പറഞ്ഞ പോലെ സിനിമകളിലോ അങ്ങനെ പാടാനുള്ളൊരു ശ്രമങ്ങളൊന്നും നടത്തിയിട്ടില്ല, അതോ എങ്ങനെയായിരുന്നു അന്ന് ഈ ജോലിയുടെയൊക്കെ തിരക്കുകൾ കാരണമായിരുന്നു അത്? അതെ, ഇതിൻ്റെ ഈ തിരക്കും പിന്നെ സിനിമയിൽ പാടാൻ അന്ന് 1-2 അവസരങ്ങൾ കിട്ടിയതാണ് ചെറുപ്പത്തിൽ ആ കാലഘട്ടത്തിൽ. അതെന്താണ് എനിക്ക് ഓർമ്മയില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള ഓർമ്മകൾ എനിക്കുണ്ട്. അന്ന് എനിക്കൊരു പ്രശ്നം, അന്ന് എനിക്ക് പിന്നെ വന്നത് 1-2 സിനിമയിൽ അഭിനയിക്കാനുള്ളൊരു സംഭവമാണ് വന്നത്. കാരണം ഞാൻ ഈ കൊച്ചിൻ ടാലൻറ്റിൽ പോകുന്ന സമയത്ത്, ഞാൻ നിൽക്കുന്ന സമയത്ത് തന്നെ ഇവർ യാത്ര പോകണം വണ്ടിയിൽ. അപ്പോൾ എന്നെ വിളിച്ച്, നീ വരുന്ന ഒരു ഷൂട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ തമാശ എന്ന് വിചാരിച്ചു. അപ്പോൾ സീരിയസ് ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കയറിപ്പോയി. ചെന്നപ്പോൾ നഗരത്തിൽ സംസാര വിഷയം ഒരു ഫിലിം ഉണ്ടായിരുന്നു. ജഗദീഷും സിദ്ദീഖുമാണ് അതിൻ്റെ മെയിൻ. അപ്പോൾ അതിൽ നമ്മളെ എറണാകുളത്ത് ഷാനൈസിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഒരു എന്തൊരു സീലോഡ്, അങ്ങനെ ഒരു സീലോഡല്ലല്ലോ, അങ്ങനെ ഒരു ബാർ ഉണ്ടായിരുന്നു അവിടെ. അതിൻ്റെ പേര് കിട്ടില്ല, ഇപ്പില്ല ബാർ ഉള്ളിൽ തന്നെ. അവിടെ നിന്ന് നമ്മുടെ ഒരു ടൈലർ ഷോപ്പൊക്കെ ഉണ്ട്, ഫേമസ് ആയിട്ടുള്ള ടൈലർ ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബാറിന് ചിത്രല്ലേ, നടി ചിത്ര പാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പാടിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ പ്രൊഡ്യൂസർ ഉണ്ട് അനൂപ് തൊട്ട്, പുള്ളിയും കൂടെ പാടുന്നതായിട്ട്. അപ്പോൾ ഇവർക്ക് ഓർക്കസ്ട്ര ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ഓർക്കസ്ട്ര ആ സമയത്ത് പോകുന്ന സമയത്ത് എന്നോട് ചോദിച്ചു, ഞാൻ സാക്സോഫോൺ എടുത്തു. അപ്പോൾ ആദ്യത്തെ അതിൻ്റെ ഡയറക്ടർ മരിച്ചുപോയി. പുള്ളിൻ്റെ പേര് മാറ്റി. പുള്ളി എന്നോട് ചോദിച്ചു, താൻ ഇത് വായിക്കുന്ന ആളാണോ എന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പാട്ടുകാരനാണ്. എന്നാൽ മാറിയിരിക്കുന്നപ്പോൾ വേറെ എനിക്കറിയാവുന്നൊരു വ്യക്തി ഓടി വന്നിട്ട് പറഞ്ഞു, ഞാനിത് വായിച്ചോളാം പറഞ്ഞു. പുള്ളി പിടിച്ചു. അപ്പോൾ ക്യാമറ ഇത്ര ഇങ്ങനെ മുമ്പിലാണ്. അപ്പോൾ പുള്ളി ചോദിച്ചു, ക്യാമറ ഫുള്ള് കിട്ടുമല്ലോ എന്നുള്ള രീതിയിലാണ്. പക്ഷെ എന്നെ പിടിച്ച് ഗിറ്റാറിൻ്റെ അവിടെ ഇരുത്തി. അപ്പോൾ ഞാൻ ഗിറ്റാർ വായിക്കുന്നത്. അന്നത്തെ ദിവസം ഷൂട്ടിങ് കഴിഞ്ഞ് പിറ്റേന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ പിറ്റേന്ന് വേറൊരു ആളാണ് പോയത്. ഇപ്പോഴും ഉണ്ട് പുള്ളി പോയിട്ട് എന്നോട് പിറ്റേന്ന് തിരിച്ചു കൊണ്ടുവന്നു, എടാ നിൻ്റെ സീനൊക്കെ കട്ട് ചെയ്തിട്ടാ, കാരണം എൻ്റെ സീനാണ് എടുത്തിരിക്കണം, നീ ഇന്നലെ വന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ചിത്രഹാർ എന്നൊരു സംഭവം ഉണ്ടായിരുന്നു ഒരിടക്ക്. ഈ ചിത്രഹാറിൽ വന്നപ്പോഴാണ് എൻ്റെ നെയ്ബേഴ്സ് പറയണം, നവാസിന് ഇപ്പോൾ കാണിച്ചോളൂട്ടാ ടി വിയിൽ. അപ്പോൾ എന്താ നവാസ് ഇങ്ങനെ ഗിറ്റാർ വായിച്ചുകൊണ്ടിരിക്കുന്നത്, ചിത്ര പാടും കനകതാരമേ എന്നുള്ളൊരു പാട്ടാണ്. ഇത് പാടുമ്പോൾ നവാസ് അപ്പോൾ ഫുൾ എന്നെ കാണിക്കുന്നുണ്ട്. ഞാനില്ലാത്ത ദിവസം പുള്ളിൻ്റെ കയ്യാടുത്ത്. അപ്പോൾ അവിടെ വിഷമമായി. ഞാൻ പറഞ്ഞ കുഴപ്പമില്ല. അങ്ങനെയാണ് ഫസ്റ്റ് ഫിലിമിന് മുഖം കാണിക്കണം. പിന്നെ അതിനുശേഷം നീലക്കുറുക്കൻ എന്ന് പറഞ്ഞിട്ട് ഷാജി കൈലാസ് ഡയറക്ട് ചെയ്ത പടം. നീലക്കുറുക്കന് മുമ്പ് എനിക്ക് തോന്നുന്നത് ജോണി വാക്കറിലാണ് ഞങ്ങൾ പോയത്. ജോണി വാക്കറിന്റെ സെറ്റിൽ. അത് ഊട്ടി അവിടെയല്ലേ? ബാംഗ്ലൂർ. ലാസ്റ്റ് സീനാണ് അവർ ഊട്ടിയിലെടുത്തത്. ഫസ്റ്റ് കംപ്ലീറ്റ് ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് 4 ബൈക്കും 12 പേരും ഞങ്ങൾ പോണത് ഈ ബൈക്കിന്. അപ്പോൾ അന്ന് വെറുതെ അടിച്ചു പൊളിച്ച് കിടക്കുന്ന ഒരു കാലഘട്ടമല്ല. ഇങ്ങനെ ചാൻസ് കിട്ടിയപ്പോൾ വീട്ടിൽ പോലും മര്യാദ യാത്ര വയ്ക്കാണ്ടാണ് പോണത്. അങ്ങനെ 45 ദിവസം ബാംഗ്ലൂർ ഉണ്ടായി. അപ്പോൾ അതിൽ നല്ലൊരു ചാൻസ് കിട്ടിയെന്ന് വെച്ചാൽ. പക്ഷെ ഞങ്ങൾ വണ്ടി കൊണ്ടുപോയത്, വണ്ടി അവർക്ക് അതിൽ ഓടിക്കുന്നില്ലേ, ആ വണ്ടി ഞങ്ങളെ വണ്ടിയാണ്. ആ 4 വണ്ടി ഞങ്ങളല്ല. ഞങ്ങളന്ന് എല്ലാവരും തോമ്പടിയിലൊരു ഗ്യാങ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ പ്രേംകുമാർ ചേട്ടനല്ലേ, പുള്ളിക്ക് വണ്ടി ഓടിക്കാൻ അത്യാവശ്യം അറിയില്ലായിരുന്നു. പുള്ളിക്ക് ഞങ്ങൾ വണ്ടി പഠിപ്പിച്ചു കൊടുത്തതാണ് അവിടെ നിന്ന് വെച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ ആ ക്യാമ്പിൽ ചെന്നിട്ട് ഷൂട്ടിങ്ങിന് ചെന്നപ്പോൾ ഞാനവിടെ പാട്ടുകാരനാണെന്ന് മനസ്സിലപ്പോൾ നമ്മൾ ഈ ഷൂട്ടിങ് നടക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ മാറിയൊരു സ്ഥലത്ത് ഇരിക്കുകയുള്ളൂ. അവിടെ പാട്ടും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഈ ഷൂട്ടിങ്ങിൻ്റെ ബ്രേക്കിലെ ടൈമിൽ ഹക്കീം കേക്ക് ഉണ്ടല്ലോ, താടി അവരൊക്കെ വന്നിട്ട് ഞങ്ങളുടെ അടുത്തൊന്ന് കമ്പനി കൂടും എല്ലാവരും. പിന്നെ ഞങ്ങൾ ഭയങ്കര, കാരണം ഒരു ഫാമിലി മാതിരി ആയി. പുള്ളിയാണ് പോയി പറഞ്ഞത്, ജയരാജ് സാറാണ്, സാറേ ഇവരാണ് നമ്മളെ എറണാകുളം കൊച്ചിയിൽ നിന്ന് വന്ന ബാച്ചിലെ പാട്ടുകാരൻ എന്ന് പറഞ്ഞു. അപ്പോൾ ജയരാജ് സാർ എന്നെ വിളിച്ചിട്ട് ഞാനൊരു
പാട്ട് പറഞ്ഞുതരാം. ചാടിക്കളിക്കട കൊച്ചുരാമ, ചാഞ്ചാടി കളിക്കട കല്യാണരാമ. ഇത് നവാസ് ഒരു നാടൻ സ്റ്റൈലിൽ പാടണമെന്ന് പറയും. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചിട്ട് ഒരു ട്യൂണായിട്ട്, അപ്പോൾ പുള്ളി ഇങ്ങനെ പറഞ്ഞ് കുഴപ്പമില്ല ഒന്നുകൂടി പാടിയെന്ന് പറയും. അപ്പോൾ പുള്ളി പറഞ്ഞ് ചാടിക്കളിക്കട കൊച്ചുരാമ, ചാഞ്ചാടി കളിക്കട കല്യാണരാമ. അപ്പോൾ കല്യാണരാമൻ ശങ്കരാടിയാണ്. പുള്ളി പ്രിൻസിപ്പളായിട്ട് വന്ന സമയത്ത് പുള്ളിനെ ബാൽക്കണിയിൽ നിന്ന് ഞങ്ങൾ കളിയാക്കുന്ന ഒരു സീനാണ്. അതാണ് ഷൂട്ട് ചെയ്തത്. ശങ്കരാടി താഴെ നിന്നിട്ട് ഇങ്ങനെ കൈ അടിക്കും. ഞങ്ങളുടെ മേളിൽ മെയിൻ ഞാനാണ്, പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ബാക്കിൽ നിന്നിട്ട് ഇന്നൊരു ഷൂട്ട് അങ്ങനെ ചെയ്തു. പിന്നെ രാത്രി കാലങ്ങളിലൊക്കെ ഷൂട്ട് നടക്കുമ്പോൾ രഞ്ജിത്ത് സാറും ജയരാജ് സാറും എന്നെ വിളിച്ചിരുത്തി കിഷോറിൻ്റെ പാട്ടൊക്കെ പഠിപ്പിക്കും. മമ്മൂക്കാനായിട്ട് ഭയങ്കര ആദ്യമൊക്കെ ഞങ്ങൾക്കൊരു ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു. പക്ഷേ ഞങ്ങൾ മാറി നിൽക്കും. അപ്പോൾ മറ്റുള്ള ഒരു പയ്യൻ വന്നിട്ട് അവനോട് കുറച്ച് അവൻ്റെ ബിഹേവിയർ ഇത്ര ശരിയായില്ല. അപ്പോൾ ഇങ്ങനെ ചോദിച്ചപ്പോൾ ക്യാമറ എടുക്കാം, ഒന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് പെട്ടെന്ന് അവിടെ എന്തോ പറയണ അങ്ങനെ കേട്ടോ ദൂരം. അപ്പോൾ ഞങ്ങൾക്ക് പേടിയാണ്. അപ്പോൾ ഞാൻ സാറേ ഞങ്ങൾ എറണാകുളത്ത് നിന്ന് കൊച്ചിയിൽ നിന്ന് അപേക്ഷ അറിയാം ജയ സാറ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരാൾ ക്യാമറ ആയിട്ട് വരുള്ളൂ നാട്ടിൽ നിന്ന് വരുമ്പോൾ, ഞങ്ങൾക്കൊന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. എടുക്കാം. ആരോട് ചോദിച്ചു? മമ്മൂക്കാനോട്. ആ കൊട്ടാരത്തിൽ വെച്ചൊരു ഷൂട്ട് ചെയ്യേണ്ട ബാക്കിയിരിക്കുമ്പോൾ. പിന്നെ അതുകൂടാതെ പുള്ളി മമ്മൂക്ക ഇതിൽ മറ്റേ ജുമാ സമയത്ത് നിസ്കരിക്കാൻ സമയത്ത് വെള്ളമൊക്കെ ഇട്ട് ജുബക്കിട്ടേ വരുള്ളൂ. അന്ന് ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ആരിഫ് ഹാസൻ്റെ പെങ്ങളെ മോനാന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് അതെ ആരിഫ് ഹാസൻ എന്ന് പറഞ്ഞാൽ ഡയറക്ടർ അല്ലേ, ലാസ്റ്റ് സാമ്രാജ്യമൊക്കെ പിടിച്ചത് മൂർഖൻ ബെൻസ്വാസു. അങ്ങനെ എൻ്റെ ഉമ്മയുടെ മൂത്താപ്പയുടെ മകനാണെന്ന് പറഞ്ഞു. ചേട്ടനനിമാരും മക്കളാണ്. പിന്നെ എന്നായിട്ട് കുറേ നേരം ഇപ്പോൾ അവർ ഫിലിമൊന്നും പിടിക്കണില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ നേരം അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച് അങ്ങനെയൊക്കെ നല്ല ഇതായിരുന്നു. നമുക്കതിനായിട്ട് നല്ല എക്സ്പീരിയൻസ്. പിന്നെ ഇടയ്ക്ക് വരുമ്പോൾ ഒക്കെ ചോദിക്കും നമ്മൾ എറണാകുളത്തെ പിള്ളേരും ഇല്ലേ അവിടെ, അപ്പോൾ യങ്സ്റ്റർ ഞങ്ങളോട് ഉണ്ടെന്ന് പറയും. അങ്ങനെയൊക്കെ ഭയങ്കര ഇതായിരുന്നു. പിന്നെ കുറച്ച് 2-3 സീനൊക്കെ കിട്ടി. അങ്ങനെ നല്ല കമ്പനി. പിന്നെ അതിന് ശേഷം ജയരാജ് സാറിൻ്റെ വീട്ടിലൊക്കെ പോകുമായിരുന്നു ഞങ്ങൾ. പിന്നെ ഹൈവേയിലൊക്കെ വേണ്ടി കുറേ പിള്ളേരൊക്കെ ഞങ്ങൾ അറിയാം. ഹൈവേ ഫിലിമിൽ എല്ലാം കൊച്ചിയിലെ ടീമുകളൊക്കെ അവിടെ നിന്ന് പോയിരിക്കണം. അങ്ങനെ കുറേയൊക്കെ ആ ഒരു ഫിലിം എക്സ്പീരിയൻസിൻ്റെ. അത് പിന്നെ തലസ്ഥാനത്തിലതിന് ശേഷം ഈ അബ്ബാസ് ഞങ്ങളെ കൊണ്ടുപോയൊരു അബ്ബാസ് എന്നൊരാളായിരുന്നു. പുള്ളിനെ കുറിച്ച് ഇപ്പോൾ ഒരു അറിവില്ല. പിന്നെ നമ്മൾ സുനിൽ ഗുരുവായൂരായിട്ട് നല്ല കണക്ഷൻ. അപ്പോൾ പുള്ളി മരണപ്പെട്ടു പോയി തോന്നും. അപ്പോൾ തലസ്ഥാനത്തിൽ എനിക്ക് നല്ല റോൾ കിട്ടി. അന്ന് ഞാൻ ഈ നോമ്പ് ഇതൊക്കെ ഞാൻ പോയില്ലെന്ന്. പിന്നെ കുറച്ചാൾ ഫിലിമിൻ്റെ ഭയങ്കര ഇൻട്രസ്റ്റായി. അങ്ങനെ നീലക്കുറുക്കലിൽ തേവര സെക്കൻഡ് ഹാർട്ടിലായിരുന്നു ഷൂട്ടിങ്. അപ്പോൾ അതൊരു ക്യാമ്പസ് പടം തന്നെ. അതിൽ 2-3 സീനൊക്കെ ഉണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ പാട്ടിലോട്ട് അങ്ങോട്ട് തിരിഞ്ഞു. പിന്നെ ഈ അഭിനയത്തിന്റെ ഇടയ്ക്ക് പാട്ടും കൂടെ ഉണ്ടായിരുന്നു. കോറസിലൊക്കെ കയറി പാടാനൊക്കെ തുടങ്ങി. പിന്നെ അതിന് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ നമ്മളെ റഫീഖ് സീലാട്ടിനെ അറിയില്ലേ? റഫീഖ് സീലാട്ട് ഇങ്ങനെ ഒരു ഫിലിമിന്റെ കോവിഡ് സമയത്ത് നമുക്കൊരു ഫിലിം മകനെ വെച്ചിട്ട് ചെയ്തു. ജാക്കി ഷെരീഫ് എന്ന് പറയും. നിനക്ക് നല്ല റോളാണ്, നീയാണ് അതിലെ മെയിൻ ഒരു അവൻ്റെ ഫ്രണ്ടിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആ പടം ചെയ്ത്. അത് തിയേറ്ററിൽ ഇറങ്ങിയില്ല എന്നുള്ളൂ, യൂട്യൂബിലുണ്ട്. പുള്ളിൻ്റെ ഇതിലുണ്ട്. പിന്നെ അത് OTT പ്ലാറ്റ്ഫോമിലാണ് കൊടുത്തത് ആദ്യം. ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട് അത് OTT കൊടുത്തു. പിന്നെ അത് ടെലിഗ്രാമിലൊക്കെ പിന്നെ യൂട്യൂബിൽ ഇട്ടു. ജാക്കി ഷെരീഫ് അതിൽ ചെയ്തിട്ടുണ്ട്. മെയിൻ റോളുണ്ട് അതിൽ. അവന്റെ ഫ്രണ്ടായിട്ട് ഓട്ടോറിക്ഷക്കാരനായിട്ട് കൊടുത്തിട്ട്. പിന്നെ ഈ പറഞ്ഞ 2000 കുവൈറ്റിൽ പോകുന്നു, പിന്നെ വരുന്നു, കല്യാണം കഴിയുന്നു. 2005 ആണ് വന്നത്. 4 വർഷം നിന്നിട്ടാണ് വന്നത്. അവിടെ പിന്നെ ട്രൂപ്പിലൊക്കെ സജീവമായിരുന്നു. വന്ന് അവിടെ പ്ലേബാക്ക് സിംഗേഴ്സ് ഇപ്പൊ അഫ്സൽ ഒക്കെ വന്നാലും ഈ പറഞ്ഞ അഫ്സലിക്കൊക്കെ ശരിക്കും നിങ്ങളൊക്കെ ഏകദേശം ഒരേ ഒരു പാട്ടൊക്കെ. ഞാനും ഇതുപോലെ ട്രൂപ്പിൽ പോകുന്ന സമയത്ത് അഫ്സൽ ഇതുപോലെ CAC അങ്ങനെ പല ട്രൂപ്പുകളിൽ അഫ്സൽ പാടി ഇറക്കണാണ്. ഞങ്ങളതുപോലെ നെയ്ബേഴ്സാണ്. പിന്നെ നല്ല ഫ്രണ്ടാണ്. അവരൊരു കുടുംബം മുഴുവനും പാട്ടുകാരാണ്. തീർച്ചയായിട്ടും സാറ് അഫ്സൽ അടുത്ത തലമുറയും പാട്ടിലേക്ക് വന്നിട്ടുണ്ട്. എല്ലാവരുമായിട്ടും നമുക്ക് നല്ല കണക്ഷനുള്ള ഫാമിലി പരമായിട്ടും നല്ല കണക്ഷനാണ് എല്ലാവരുമായിട്ടും. അപ്പോൾ പിന്നെ കുവൈറ്റിൽ നിന്നൊക്കെ ഞാൻ നിർത്തി പോകുന്നതിന് ശേഷമാണ് പിന്നെ ഇവിടെ മറ്റുള്ള ഫ്ലാറ്റിൽ ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിലോട്ടൊക്കെ ജോലിക്ക് കയറി. പിന്നെയാണ് ആൽബം പരിപാടിയിലേക്ക്. ആൽബം ഇവിടെ തന്നെ ഞാൻ ചെയ്തതാണ്. എനിക്ക് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു എനിക്ക് സ്വന്തമായിട്ട്. എനിക്കൂടെ ആ ആൽബത്തെ കുറിച്ച് പറയാം. അതായത് അത് അന്ന് ഈ പറഞ്ഞ പോലെ TV ചാനലിലൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. പക്ഷെ ആരാണ് അതിന്റെ പിന്നിലുള്ളത് ആൾക്കാരൊക്കെ അറിയില്ല. അത് ഏതാണ് ആൽബം? ഫസ്റ്റ് ആൽബം മേഘമായി എന്ന് പറഞ്ഞിട്ട്. ആൽബത്തിന്റെ പേര് മേഘമായി. ഫസ്റ്റ് ആൽബം മേഘം. അതെൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ മനസ്സിലിങ്ങനെ ഓരോ വരികൾ വരും.
ചിലപ്പോൾ വെറുതെ ഇരിക്കുമ്പോഴായിരിക്കും, നടക്കുമ്പോഴായിരിക്കും, അങ്ങനെയൊക്കെ ഓരോ വരികൾ, ആ വരികൾ ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ നല്ല നല്ല വരികൾ വന്നപ്പോൾ ഞാൻ എഴുതാൻ തുടങ്ങി, എഴുതി ഇങ്ങനെ വെക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മളിങ്ങനെ ഇത് ചെയ്യും, അങ്ങനെ കുറേ ഒന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് 1-2 പാട്ട് ഞാൻ ഇവിടുന്ന് ചെയ്തിട്ടുണ്ടായി. അതിനുശേഷം ഞാൻ കുവൈറ്റിലോട്ട് പോയപ്പോൾ അവിടെ ഇരുന്നിട്ട് ഞാനിങ്ങനെ ചെയ്ത് പാടും, പല എഴുതും മ്യൂസിക്കും ചെയ്യും. ഞാൻ തന്നെ മ്യൂസിക് ചെയ്തുകൊണ്ട് അതിൻ്റെ ട്യൂൺ ഇട്ടുകൊണ്ട് തന്നെ ഞാൻ പാടി. പല എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ പാടിയപ്പോൾ എന്നോട് എല്ലാവരും പറയടാ ഇത് ഭയങ്കര സംഭവമല്ല, നീ ഇതെന്ത് ഏതിലെ പാട്ടാന്നൊക്കെ അവർ ആദ്യം ചോദിക്കും. ഞാൻ സ്വന്തമായിട്ട് ഞാൻ ചെയ്തതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ നാട്ടിൽ പോയിട്ട് ഒരു ആൽബം ചെയ്യും, എൻ്റെ ഒരു ആഗ്രഹമാണ് എന്നൊക്കെ പറഞ്ഞു. അതിനുള്ള സാമ്പത്തികം ഞാൻ റെഡിയാക്കണം എന്നൊക്കെ പറയുന്നപ്പോൾ അങ്ങനെയാണ് ഈ അവിടെ വെച്ചിട്ട് കൊച്ചിക്കാരനായ ഒരു സാബു ചേട്ടനെ കാണാൻ ഇടയായി. പുള്ളി പറഞ്ഞ് നീ ചെയ്തോ, പൈസയൊക്കെ ഞാൻ മുടക്കിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ 8 പാട്ടുണ്ടായിരുന്നു. പുള്ളി ഞാൻ വെക്കേഷനിൽ വന്നപ്പോൾ കല്യാണം ഒക്കെ കഴിക്കാൻ വേണ്ടി വന്ന സമയത്ത് പിന്നെ പുള്ളി ക്യാഷൊക്കെ അറേഞ്ച് ചെയ്ത് തന്ന് നമ്മൾ ഷക്കീർ ഖാനെ കൊണ്ട്, അഫ്സലിൻ്റെ ചേട്ടൻ ഷക്കീർ ഖാനെ കൊണ്ട്, അന്ന് ഷക്കീർ ഖാൻ ചുള്ളിക്ക ഭാഗത്താണ് പനയപ്പള്ളി താമസിച്ചിരുന്നു, കൊടുത്ത് നമുക്കിങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പുള്ളിയുടെ എല്ലാം നമുക്ക് റെഡിയാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മധുബാലകൃഷ്ണൻ ഓരോരോ പാട്ടുകൾ, ഒരു പാട്ട് ശരിക്കും അന്ന് ഉമ്പായിക്കാൻ, അങ്ങനെ ഉമ്പായിക്കാൻ ഞാൻ ഗൾഫിൽ വെച്ച് കേട്ടാണ്. എൻ്റെ നാട്ടുകാരനാണ്, എൻ്റെ മദറിൻ്റെയൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളാണ്. പക്ഷെ ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് കേട്ടറിവ് കിട്ടണം എനിക്ക് കുവൈറ്റിൽ നിന്നാണ്. മറ്റുള്ള തൃശ്ശൂരുകാരും കോഴിക്കോടുകാരൊക്കെ പുള്ളിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എൻ്റെ നാട്ടിൽ ഇങ്ങനെ ഒരു കലാകാരൻ, എനിക്കൊരു അഭിമാനമല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു ആ പാട്ട് വായിക്കാനെ കൊണ്ട് നമുക്ക് പാടിക്കും, ഒരു ഗസൽ മോഡൽ ചെയ്യണ പാട്ടാണ് അത്. ആവണിപ്പൂന്തിങ്കളേ അങ്ങനത്തെ ഒരു സാധനമാണ്. അപ്പോൾ അന്ന് വിചാരിതമായിട്ട് നമുക്ക് നമ്മുടെ ആ സിറ്റുവേഷനിലും ആ തിരക്കിൻ്റെ ഇടയിലൊക്കെ വായിക്കാനെ കോൺടാക്ട് ചെയ്യാനും പിടിക്കാനും പറ്റില്ല. അങ്ങനെയാണ് പിന്നെ ആ പാട്ട് മധുബാലകൃഷ്ണൻ കൊണ്ട് പഠിപ്പിക്കണം. 8 പാട്ട് നമ്മൾ ഭംഗിയായിട്ട് ചെയ്ത് ഞാൻ ഇതിൻ്റെ കോപ്പിയും കൊണ്ട് ഇവരെല്ലാം വന്ന് നല്ല സഹകരിച്ചു. മധുബാലകൃഷ്ണൻ്റെ രസം എന്ന് വെച്ചാൽ പുള്ളി അത് പാടിക്കേണ്ട. അത് ഏത് വർഷമാണ്? അത് 2005 ഞാനിവിടെ വന്നത്. അതിനുശേഷമാണ് 2005 നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആ വർഷം തന്നെയാണ് ഈ ചന്ദ്രമുഖിയൊക്കെ ഇറങ്ങി ആശാ ഭോസ്ലെയുടെ കൂടെ പാട്ടൊക്കെ ഭയങ്കര ഹിറ്റായിട്ട്. അപ്പം മധുബാലകൃഷ്ണൻ്റെ പാട്ട് കഴിഞ്ഞിട്ട് പുള്ളി ആ ലിറിക്സ് എന്നോട് ഞാൻ കൊണ്ടുപോയിക്കോട്ടെ എന്ന് വെച്ച് നമ്മൾ എടുത്തോളാൻ പറഞ്ഞു. പുള്ളി ആ ലിറിക്സ് കീറിയെടുത്തിട്ട് പുള്ളി പോയിട്ട് ഞാനും എയർപോർട്ടിൽ തിരിച്ചു പോകാൻ നോക്കുമ്പോൾ പുള്ളിയും വൈഫും കൂടി എയർപോർട്ടിൽ നിൽക്കണം. മധുബാലകൃഷ്ണനും വൈഫും കൂടി എന്നെ കണ്ടോടുകൂടി രണ്ടുപേരും കൂടി ഓടി വന്നു. എന്നോട് പറഞ്ഞു ഇത് നവാസ്, ഇന്നലെ പുള്ളീൻ്റെ പാട്ടാണ് ഞാൻ പാടിയത് എന്നൊക്കെ പറഞ്ഞു. അത് 2 ദിവസത്തെ ഗ്യാപ്പ്, പുള്ളീൻ്റെ പാട്ടാണ് ഞാൻ പാടിയത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പരിചയപ്പെട്ട് അവർ UK പോകണമായിരുന്നു പ്രോഗ്രാമിനായിട്ട്. അങ്ങനെ ഞാനിത് കുവൈറ്റിൽ ചെന്ന് അവിടെ ഷൂട്ട് ചെയ്യാനുള്ള പ്ലാനാണ്. അവിടെ ഷൂട്ട് ചെയ്യണമെങ്കിൽ നല്ലൊരു എമൗണ്ട് വരും അവിടുത്തെ ഇതൊക്കെ അനുസരിച്ച്. പിന്നെ അത് ഓരോ കാരണങ്ങൾ, അതിനുവേണ്ടി ഒരുപാട് ചർച്ചകളും മീറ്റിങ്ങൊക്കെ ആയിരുന്നു. പക്ഷെ അത് എൻ്റെ ഉള്ളിൽ ആദ്യമായിരുന്നു ഇതെങ്ങനെയും ഒന്ന് ഇറക്കണം, 8 പാട്ടും വിഷ്വലൈസ് ചെയ്യണം. ഏറ്റവും വിഷ്വലൈസ് ചെയ്യാനുള്ള പ്ലാനിലാണ്. അവിടെ ഒരു ഡാൻസ് മാസ്റ്റർ പുള്ളിയും ഒക്കെ വന്ന് കുറേ കഴിഞ്ഞപ്പോൾ സാബു ചേട്ടൻ്റെ എന്തോ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പുള്ളി പറഞ്ഞ് വാസം എനിക്കിപ്പോൾ പറ്റൂലടാ, ഞാൻ ആകെ ഒത്തിരി വീട്ടിലെ ഫാമിലി കുറച്ച് പ്രശ്നമുണ്ട്, അപ്പോൾ നീ ഒരു കാര്യം ചെയ്യണം, എനിക്ക് ആ പൈസ അങ്ങോട്ട് റിട്ടേൺ അടിക്കും, ഞാൻ ഇവിടെ നിന്ന് കൊടുക്കും ഇത്തരം ക്യാഷ്, എനിക്ക് വല്ലാത്ത മാനസികമായി ഇതായി. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് അപ്പോൾ കല്യാണം കഴിഞ്ഞ് പോയി. അപ്പോൾ അളിയനൊക്കെ അറിയാം ഞാൻ പാട്ടുകാരനാണെന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ വൈഫ് ബ്രദറിനോട് പറഞ്ഞിങ്ങനെ, അപ്പോൾ എന്നോട് പറഞ്ഞു അളിയൻ ഒരു കാര്യം ചെയ്യും, അതിൻ്റെ ഡെമോ ഒന്ന് അയക്കുന്നു പറഞ്ഞു. അയച്ചു കൊടുത്തപ്പോൾ അവനും അവൻ്റെ ഫ്രണ്ട് കൂടി കേട്ടിട്ട് പറഞ്ഞു നമുക്ക് ചെയ്താലോ, നമ്മൾ അളിയൻ രക്ഷപ്പെടട്ടെ. പുള്ളി അങ്ങനെ ഇതിൽ നമുക്ക് കാശുണ്ടതിൻ്റെ അല്ല, പുള്ളിക്ക് ഇത് ഇറങ്ങിയാൽ ക്ലിക്കാവും എന്നുള്ളത് സംഭവം അവർ എടുത്ത് അവർ പ്ലാൻ ചെയ്ത് അവർ ആ ക്യാഷൊക്കെ അവർ പുള്ളിക്ക് കൊടുക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്ത് അതെല്ലാം ഓക്കെ ആയി. എന്നിട്ട് ഇവർ ഒരു പാട്ട് അതിൽ വിഷ്വൽ ചെയ്തു. അപ്പോൾ ആദ്യം ചെയ്ത പാട്ട് ജോത്സ്ന പാടിയ പാട്ടാണ് ചെയ്തത്. അളിയൻ്റെ ഫ്ലാറ്റിൽ തന്നെയുള്ളൊരു പെൺകുട്ടീനെ വെച്ചിട്ട് ചെയ്തു. പക്ഷെ അപ്പോൾ വിഷ്വലൈസിൽ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ വന്നുകൊണ്ട് അന്ന് ദീപനാണ് ഡയറക്റ്റ് ചെയ്തത്. പുതിയ മുഖം ഫിലിമിൻ്റെ ദീപനാണ്. പുള്ളി ഇറങ്ങിയിട്ടില്ല. അപ്പോൾ പുള്ളി അത് കറക്റ്റാണ്. പുള്ളി അപ്പോൾ എന്നെ വിളിച്ചിരുന്നു, പുള്ളി കുവൈറ്റിലോട്ട് എന്നെ വിളിച്ചിരുന്നു. നവാസ് എന്താണ് ആ പാട്ടിൻ്റെ ഒരു ഇത് കാണണമെന്ന് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് ഞാൻ പുള്ളിയായിട്ട് ഫസ്റ്റ് കോണ്ടാക്ട് സംസാരിക്കുന്നത് കേട്ടോ. ആ പാട്ട് പിന്നെ അതിലെന്ന് വെച്ചാലേ ഓണത്തിനൊക്കെ വരെ ഇറക്കാൻ പറ്റിയൊരു സാധനമാണ് ചിങ്ങനിലാവിൽ എന്നുള്ള വാക്കുകളൊക്കെ. ചിങ്ങനിലാവിൽ ചന്ദനം ചാർത്താം, നല്ല രസമാണ് പാട്ട്. അത് എഴുതിയത് കുവൈറ്റിലുണ്ടായിരുന്ന എൻ്റെ ഒരു ഫ്രണ്ടാണ്. ആ ഒരു പാട്ട് മാത്രം
പുള്ളിൻ്റെ കുറേ എഴുതുമായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഞാൻ വെറുതെ എനിക്കിഷ്ടമായി, ഞാൻ കൊണ്ടുപോകണത് ഞാൻ എൻ്റെ ആൽബത്തിൽ ഇൻക്ലൂഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പുള്ളിയാണ് അവനെ ചെയ്തത്. ബാക്കി ട്യൂണൊക്കെ ഞാൻ ചെയ്തത്. അപ്പോൾ ആ പാട്ട് പിന്നെ ശരിയാവണ്ടേ. അപ്പോൾ നൂറുദ്ദീൻ ബാവ എൻ്റെ വൈഫിൻ്റെ അമ്മാവൻ്റെ അളിയനാണ്. നൂറുദ്ദീൻ ബാവനെ അറിയില്ലേ, ഇപ്പോഴത്തെ ഫിലിമിലൊക്കെ പുള്ളിയാണ് ക്യാമറയൊക്കെ ചെയ്യണം പല ഫിലിമിൽ. നൂറുദ്ദീൻ ബാവ പറഞ്ഞ് അത് നമുക്കൊരു പണി, നമുക്ക് അടുത്തൊരു പാട്ട് നന്നായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ പാടിയ പാട്ട്. അതിൽ തന്നെ മേഘമായിൽ പെണ്ണെ കരിമീഴിയുടെ കണ്ണ് എന്നുള്ള പാട്ട് എടുക്കണം. അങ്ങനെ അത് അവർ വിഷയം ഞാൻ പ്ലാൻ ചെയ്തു. 1 ലക്ഷം രൂപ പ്ലാൻ ചെയ്ത വിഷയം. അങ്ങനെയാണ് ഇവർ മമ്മാസുമായിട്ടുള്ള കണക്ഷനിൽ പാപ്പി അപ്പച്ച ഫിലിം ഡയറക്റ്റ് ചെയ്തത്. മമ്മാസിൻ്റെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഇതാണ് ചെയ്തത്. അതിനുശേഷമാണ് ആദ്യമായിട്ട് ഫിലിം ചെയ്യണം പാപ്പി അപ്പച്ച. മമ്മാസ് കൊള്ളാലത് നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ അവർ വലിയ പ്ലാൻ ചെയ്ത് ഒരു മോഡൽ ഒരു പെൺകുട്ടീനെ കൊണ്ടുവന്ന് ഇവർ എറണാകുളത്തും പിന്നെ കാഞ്ഞിരപ്പുഴ ഡാം മണ്ണാർക്കാടൊക്കെ ആയിട്ട് ഈ ഫസൽ ഖാൻ്റെ കൂടുതലുള്ള അളിയുടെ ഫ്രണ്ട് ഫസൽ ഖാൻ, പുള്ളി അമേരിക്കയിലായിരുന്നു. പുള്ളിയുടെ ഫ്രണ്ടൊക്കെ ആയിട്ട് ആ ഫാമിലി ആ വീട്ടിലൊക്കെ വെച്ചിട്ട് ഷൂട്ട് ചെയ്ത് സംഭവം അവർ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ സംഭവം ആ പാട്ട് നല്ല ക്ലിക്കായി. ആ ഒരു 2-3 വർഷം അതങ്ങനെ ഈ പെണ്ണെ കരിമിഴിയുടെ കണ്ണ് കുറുക്കുത്തി മുല്ലപ്പൂവേ മനം കവർന്നു വാ എന്നുള്ളൊരു പാട്ടാണ്. അതായത് ഒരു റൊമാൻറ്റിക് സോങ്ങാണ്. അപ്പോൾ അതിൻ്റെ മൂക്കിത്തിരി അടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെയൊക്കെ ഉറങ്ങിയിട്ടില്ല, 2 ദിവസമായിട്ട് ഉറങ്ങിയില്ല പ്രോഗ്രാമിൻ്റെ. അപ്പോൾ അത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ കുവൈറ്റിൽ ഉണ്ട് ആ സമയത്ത്. അപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ കാര്യമൊക്കെ എന്നെ വിളിച്ച് പറയാറുണ്ട്. ഇത് ഇറങ്ങി സംഭവം ഇവർ പോയി അതിൻ്റെ കോപ്പിറൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തെല്ലാം ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഡ്യൂട്രോപ്സിലാണ് വന്നത് ഫസ്റ്റ് ചാനലിൻ്റെ കാര്യം. കുവൈറ്റിലുള്ള എൻ്റെ 1-2 ഫ്രണ്ട്സ് ഒക്കെ പാട്ടുകാരും കലാകാരന്മാരും അവരെന്നോട് പറഞ്ഞു, ഓസ്കാറിൻ്റെ പാട്ട് ഇന്നലെ ടി വിയിലുണ്ടായിരുന്നു കേട്ടോ, മേഘമായി നല്ല രസം പാട്ടാണല്ലോ, ഞങ്ങളൊക്കെ ഇന്നലെ ഭയങ്കര അടിപൊളി പാട്ടാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇതായി, നമുക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായി. കാരണം നമ്മൾ ഏറ്റവും വലിയൊരു ആഗ്രഹം ജീവിതത്തിലാണ് ഒരു ആൽബം ഇറക്കണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അത് അവിടെ അങ്ങനെ പേപ്പറിലൊക്കെ വന്ന് ഞാൻ ആ പേപ്പറൊക്കെ എൻ്റെ ബുക്കൊക്കെ ഇപ്പോഴും കുവൈറ്റിൽ വന്ന് മേഘമായി ഇദ്ദേഹം ലോകം കീഴടക്കും അത് ഇപ്പോഴും ഇരിപ്പുണ്ടായി. ഞാനൊരു ദിവസം ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ടുണ്ടായി. അപ്പോൾ അങ്ങനെ ഭയങ്കര സംഭവമൊക്കെ. പിന്നെ നാട്ടിൽ വന്നതിനപ്പോൾ ഇതിൻ്റെ CD ഒക്കെ എടുത്ത് വൈഫ് എനിക്ക് തന്നെയാണ് ഇതാണ് അറിയാം. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ച് ഭയങ്കര സംഭവം. അപ്പോൾ ഈ CD ഇത്രയും നമുക്ക് പെട്ടെന്ന് സ്ട്രക്കാവാൻ കാരണം പാട്ട് ക്ലിക്കായി. ഞാൻ നാട്ടിൽ വരുമ്പോൾ പല ആൾക്കാരും ഈ പാട്ട് കരോക്കെയൊക്കെ ഇട്ട് പാടിയുന്നുണ്ട്. അതിനെ തന്നെ 2 കരോക്കെ ഉണ്ട്, 2 ട്രാക്ക് ഉണ്ട് ഈ CD തന്നെ. തച്ചങ്കേരിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ CDയുടെ വ്യാജ CD. അവിടെ അത് പിന്നെ നിർത്തലായല്ലോ. ആ സമയത്താണ് നമ്മൾ ഇറക്കി കഴിഞ്ഞപ്പോൾ ഇറക്കിയിൽ ഒരു 10,500 CD ടക്കിൽ ചിലവായി. പിന്നെ അങ്ങോട്ട് മൂവിങ് ആയില്ല. പക്ഷെ പാട്ട് ക്ലിക്കാവുകയും ചെയ്തു. ഇവിടെ വന്നതിനപ്പോഴാണ് പിന്നെ ഇവർ വഴി വി ചാനലുകാർ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് എന്നെ വിളിപ്പിച്ച് ഈ ആൽബത്തിനെ കുറിച്ച് ഒരു ഡോക്യുമെൻ്റൊക്കെ ചെയ്ത് ഒരു പാട്ടൊക്കെ പാടി അങ്ങനെ. അപ്പോൾ പിന്നെ ഒന്നുകൂടി എല്ലാവർക്കും എന്നെ ഒന്ന് പരിചയമാകാൻ തുടങ്ങി. ആ കാലഘട്ടത്തിൽ ഒരു പരിചയമാകാൻ തുടങ്ങി. പിന്നെ എൻ്റെ വീട്ടിലൊക്കെ പല ഫ്രണ്ട്സും കാര്യങ്ങളും പല എഴുത്തുകാരും കൊച്ചി തന്നെ ഉള്ളവർ പലരും വരാൻ തുടങ്ങി. നവാസേ നമുക്ക് കുറച്ച് വരികളുണ്ട്, ഒന്ന് ട്യൂണാക്കി തരണം, അല്ലെങ്കിൽ നവാസ് ചെയ്ത് തരണം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴും ഉണ്ട് കുറേ പേര് തന്നതൊക്കെ. അങ്ങനെയൊക്കെ. പക്ഷേ ആ സമയത്തൊക്കെ പിന്നെ ആ മൂഡ് പോയി. പിന്നെ വീട്ടിൽ ഇവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അടുത്തൊരു ജോലി വേണമല്ലോ. പാട്ട് മാത്രം കൊണ്ടു നടന്നിട്ട് കാര്യമില്ല. പിന്നെ ഒരു ട്രൂപ്പിൽ കയറാമെന്ന് പറഞ്ഞാൽ ഒരു പോസിബിൾ അല്ല. കാരണം കലാഭവനിലൊക്കെ ഞാൻ അന്വേഷിച്ചു. അപ്പോൾ അവിടെയൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ പെർമനൻ്റ് ആയിട്ട് അവിടെ തന്നെ ഫുൾ ടൈം അവരായിരിക്കും, നമുക്ക് ഫ്രീ ലാൻഡ് പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഞാനൊക്കെ ഇവിടെ ഓർക്കസ്ട്രയിൽ പാടി തെളിഞ്ഞാണ് നമ്മൾ പോയത്. പക്ഷെ തിരിച്ച് നിർത്തി വന്നപ്പോൾ ഇവിടെ പിന്നെ കരോക്കെയായി, ഓർക്കസ്ട്ര ഫുൾ കരോക്കെ സിസ്റ്റങ്ങളായി. പിന്നെ ആ റൂട്ടിൽ കൂടെ ഞാനും അങ്ങോട്ട് സഞ്ചരിക്കാൻ തുടങ്ങി. പിന്നെ ഒരു സമയം എടുത്ത് പിടിച്ചങ്ങോട്ട് വരാൻ. പിന്നെ പിടിച്ച് കഴിഞ്ഞപ്പോൾ നോ പ്രോബ്ലം. ഇപ്പോൾ നമുക്ക് ഒരു പിടിച്ച പിടിയാലും നിൽക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഊബർ പരിപാടിയിലേക്ക് തിരിഞ്ഞ് കുറച്ച് വർഷമായി. അപ്പോൾ ഇത് ശരിക്കും പറയാൻ അത് വരാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഇനി ഫാദറിൻ്റെ ഫീൽഡിലോട്ട് വീണ്ടും ഇറങ്ങാൻ വേണ്ടി ഞാൻ പലതവണ ശ്രമിച്ചപ്പോൾ പണ്ടത്തെ ഒരു ബിസിനസ് രീതിയല്ലേ ഇപ്പോൾ. നല്ലൊരു എമൗണ്ട് കയ്യിൽ വേണം. അന്ന് ഫാദർക്ക് ബിസിനസ് ചെയ്യുമ്പോൾ അത്ര എമൗണ്ട് കയ്യിൽ വേണ്ട. പക്ഷെ ഇന്ന് നമ്മളതിൽ ബൾക്ക് എമൗണ്ട് കയ്യിൽ വേണം, എന്നിട്ട് വേണം ഫീൽഡിലോട്ട് ഇറങ്ങാൻ. അപ്പോൾ മദറിനും വലിയ താല്പര്യം വേണ്ട മനസ്സിലായി. കാരണം പുള്ളി ഇതിൽ നിന്നുണ്ടാക്കി ഇതിൽ തന്നെ പോയതുകൊണ്ട് മദറിന് മാനസികമായിട്ട് ഉപ്പ മരിച്ചുകൊണ്ട് വല്ലാത്തൊരു വിഷമവും കാര്യങ്ങളൊക്കെ. നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം, എന്തെങ്കിലുമൊക്കെ നോക്കാം അങ്ങനെ മറ്റുള്ള. അപ്പോൾ ഗൾഫിൽ നിന്ന് എൻ്റെ അളിയൻ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു,
അപ്പോൾ എനിക്കൊരു ചെറിയൊരു ഓപ്പറേഷൻ ചെവിൻ്റെ ഒരു പ്രോബ്ലം വന്നപ്പോൾ നിർത്തിപ്പോര് നമുക്കിവിടെ ഒരു വർക്ക് റെഡിയാക്കിയിട്ടുണ്ട് ഇവിടെ പോരുന്നു. ഫുൾ സപ്പോർട്ടാണ്. വൈഫിൻ്റെ ബ്രദേഴ്സും എൻ്റെ അളിയന്മാരൊക്കെ നല്ല സപ്പോർട്ടാണ്. എല്ലാവരും ഫാമിലി മൊത്തത്തിൽ എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ടാണ്. അപ്പോൾ എല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞു അങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ നാഗാർജുന കൺസ്ട്രക്ഷൻ കമ്പനിയിൽ NCC എന്നാണ് എൻ്റെ ഷോപ്പ്. അവരുടെ കൂടെ ഇവിടെ കയറി ഫസ്റ്റ് തേവരല്ല നമ്മൾ കൊച്ചു കടവന്തരയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു 4 ഫ്ലാറ്റ് നിൽക്കണം അപ്പാർട്ട്മെൻറ്റ്. വലിയ ഒരു ഫസ്റ്റ് പ്രൊജക്റ്റ് അതായിരുന്നു ഇവിടെ കേരളത്തിലാണ്. അവിടെ കയറി കെയർടേക്കറായിട്ട് കയറി അവിടെ നിന്ന് അങ്ങോട്ട്. അപ്പോൾ അവിടെ പിന്നെ പാട്ടിൻ്റെ ഇതൊക്കെ അറിയാൻ തുടങ്ങിയതോടുകൂടി പിന്നെ എല്ലാവരും അവരുടെ ഫംഗ്ഷനിൽ കമ്പനിയുടെ ഫംഗ്ഷനിൽ ഞാൻ മെയിനായി. പിന്നെ അവിടെ ഒരു സാറുണ്ട് ഗോപകുമാർ, പുള്ളി ഇപ്പോഴും ഉണ്ട്. പുള്ളി ഒരു കലാകാരനാണ്. പുള്ളീൻ്റെ ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു. പുള്ളി ഇപ്പോഴും നല്ല സപ്പോർട്ടാണ്. അങ്ങനെ പ്രോഗ്രാമൊക്കെ പോകാൻ പിന്നെ ഇൻഫോ പാർക്കിൽ വന്ന് അവിടെ നിന്ന് പിന്നെ ലേക്ക് ഷോർ നമ്മുടെ ലേക്ക് ഷോർ ഹോസ്പിറ്റലിൻ്റെ പുതിയ ബിൽഡിങ്ങൊക്കെ ഞങ്ങളാണ് ചെയ്തത്. അന്ന് ഞാനൊരു അസിസ്റ്റൻ്റ് അഡ്മിനായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് വന്ന് പിന്നെ ഈ ഇപ്പോൾ 2.5 വർഷമായിട്ടുള്ളൂ കമ്പനി അവർ ഇവിടെ നിന്ന് നിർത്താനുള്ള ഈ നമ്മളെ വൈറ്റിലെ മൊബിലിറ്റി ഹബ്ബൊക്കെ അവർ ചെയ്തതാണ് പുതിയ. അപ്പോൾ ഈ സമയത്തൊക്കെ ഞങ്ങളിവിടെ ഉണ്ട്. അപ്പോൾ പരിപാടിക്ക് പോകാൻ എനിക്ക് കൂടുതൽ സൗകര്യങ്ങളായി. പരിപാടിക്ക് ഭയങ്കര സൗകര്യങ്ങളായി. ഒരുപാട് സപ്പോർട്ടുണ്ട്. GM ആയാലും എല്ലാവരും പ്രോഗ്രാമിനൊക്കെ പോകാൻ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. ഈ കമ്പനി ഇവരെ നിർത്തി പലരും വിടാൻ തുടങ്ങിയിട്ട് എല്ലാവരും പോകാൻ തുടങ്ങിയ ശേഷമാണ് ഞാൻ പിന്നെ അടുത്തൊരു ജോലിക്ക് ഞാൻ ശ്രമിച്ചെങ്കിലും പിന്നെ അത് നമ്മളെ ഈ പ്രോഗ്രാമിന് തടസ്സമാവുമെന്ന് എനിക്ക് മനസ്സിലായി. കാരണം എപ്പോഴും നമുക്ക് ഒരാൾ നമ്മുടെ സൗകര്യത്തിന് ഫ്രീ ആവാൻ പറ്റണില്ല. അപ്പോൾ ഇത് എനിക്ക് മാത്രമല്ല, ഇത് പല കലാകാരന്മാർക്കും അനുഭവിക്കും. ഇപ്പം ഞാനിപ്പോൾ ഈ ഇടയ്ക്ക് 2 ദിവസം മുമ്പ് സതീഷ് പറഞ്ഞൊരു കലാകാരൻ്റെ കടവന്തരയിൽ ഫുള്ള് ഗസലിസ്റ്റാണ്. പുള്ളി എന്നോട് പറഞ്ഞ കാര്യം ഞാനും പല ജോലിയും ക്യാൻസൽ ചെയ്യാൻ കാര്യം താമസമായി പ്രോഗ്രാമിൻ്റെ നമ്മളിങ്ങനെ ആയിപ്പോയി. നമുക്ക് വിട്ടുകളയാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ച് ഞാൻ പയ്യെ ചോദിച്ച് ഞാനൊരു ഓട്ടോ ഓടി അങ്ങനെ ഉണ്ടാവും. കുറേ ആലോചിച്ചിട്ടാണ് പല ഫീൽഡും കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പോൾ അവൻ ആദ്യം ചിരിച്ച് പിന്നെ എന്നോട് പറഞ്ഞു നവാസെ സീരിയസ് ആയിട്ട് പറയാനാണ്, നവാസിൻ്റെ ഈ ഫീൽഡിന് പറ്റിയതാണ് പ്രോഗ്രാമിന്. കാരണം സാധനങ്ങളൊക്കെ കൊണ്ടുപോവുകയും ചെയ്യാം. അതുമാത്രമല്ല എപ്പോൾ വേണമെങ്കിലും നിർത്തണമെന്ന് വെച്ചാൽ നിർത്തി വീട്ടിൽ കയറാം. ഒരു കുഴപ്പമില്ല. ആരും ചോദിക്കാനും പറയില്ല, ഒന്നുമില്ല. ഞങ്ങൾക്ക് കൊള്ളാം, നല്ല ഐഡിയ ആണ്. അങ്ങനെയാണ് ഞാൻ വീട്ടിൽ വന്ന് വൈഫായിട്ട് സംസാരിച്ചിട്ട് പുതിയൊരു ഓട്ടോ ഇറക്കണം. ഇങ്ങോട്ട് ഇറക്കി. അപ്പോൾ തന്നെ പിന്നെ കോവിഡിൻ്റെ ഒരു ടൈമായി. കോവിഡ് വന്ന സമയത്ത് എൻ്റെ ഈ ബ്രദർ ഇവിടെ ഒരു നമ്മുടെ ടിംബർലാൻഡ് എന്ന് പറഞ്ഞ ഒരു വുഡിൻ്റെ ഇന്തോനേഷ്യയിൽ ഫാക്ടറിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു 5 പേരും കൂടി. ആ സമയത്ത് ഇവിടെ മാളികം പീഡിയ എന്ന് പറയും ആലുവ പറവൂർ റൂട്ടിൽ അവർ ഗോഡൗൺ സ്റ്റാർട്ട് ചെയ്തു. ആ ഗോഡൗണിൽ എന്നെ ഫുൾ ഇൻചാർജായിട്ട് അവിടെ വിട്ട് ഞാൻ ഈ ഓട്ടോ ആയിട്ട് തന്നെ പോകും, ട്രിപ്പ് കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അവിടെ ഇൻചാർജായിട്ട് ഫുൾ അങ്ങനെ ഒരു വർഷം അങ്ങനെ ഉണ്ടായി. പിന്നെ കോവിഡ് പയ്യെ മാറിയതിന് ശേഷം അപ്പോൾ അവിടെ നിന്നിട്ട് ഞാൻ ഓട്ടോ അങ്ങോട്ട് ഒഴിവാക്കി. ഓട്ടോ ഞാൻ വിറ്റ് കളഞ്ഞു. പിന്നെ വീണ്ടും അടുത്ത ജോലിയിലൊക്കെ കയറി ഒരു മാർക്കറ്റിംഗ് കമ്പനിയിൽ കയറി. അത് അവർ ആളിയനൊക്കെ ഇവിടെ നിർത്തിക്കപ്പോൾ എന്നോ ഇന്തോനേഷ്യയിലൊക്കെ കൊണ്ടുപോകുന്ന ഞാൻ പറയില്ല അങ്ങോട്ട് ഇല്ല. കാരണം വേറെ ഒന്നുമല്ല ഓക്കെ നാളെ എൻ്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ എന്ന് വെച്ചാൽ അങ്ങനെയാണ് ഞാൻ പിന്നെ അടുത്തൊരു മാർക്കറ്റിംഗ് കമ്പനിയിൽ കയറി. അപ്പോൾ വീണ്ടും വൈകുന്നേരം ഫ്രീ ആവണം. വീണ്ടും തോന്നി ഒരു ഓട്ടോ അങ്ങനെ പണയനെടുത്ത് കുറച്ചത് അത് ഓടി. കാരണം അതിൽ നിന്നൊരു വരുമാനം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അങ്ങനെ ഇതാക്കി. പിന്നെ അതിന് ശേഷമാണ് യൂബർ വരാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി ഇപ്പോൾ യൂബർ ആകുമ്പോൾ കുറച്ച് സ്റ്റാൻഡേർഡായിട്ട് എല്ലാവരും യൂബറിലോട്ട് ഓൺലൈനായി നമ്മളിപ്പോൾ എല്ലാം ഓൺലൈനായി തുടങ്ങിയില്ല. അപ്പം എനിക്ക് തോന്നി അതായിരിക്കും കുറച്ചുകൂടെ നന്നല്ല. അങ്ങനെ പിന്നെ ഒരു പുതിയ വണ്ടിയിലോട്ട് പുതിയ വണ്ടി എടുത്ത് ഇപ്പോൾ ഫുൾ ടൈം ഞാൻ പ്രോഗ്രാം ഇല്ലാത്ത ദിവസങ്ങളിൽ കംപ്ലീറ്റ് ഓട്ടം തന്നെ. പ്രോഗ്രാം കൂടുതൽ വൈകുന്നേരങ്ങളൊക്കെ ആയിരിക്കും. ഇപ്പം അങ്ങനെയൊന്നുമില്ല, അതൊക്കെ മാറിയില്ലേ. ഇപ്പം ഇട ദിവസങ്ങളിലൊക്കെ വരെ പരിപാടിയാണ്. ചൊവ്വാഴ്ചയും പരിപാടി ഉണ്ടാവും. വൈകുന്നേരങ്ങളിലായിരിക്കും. പിന്നെ പകലിപ്പം ഇന്നലത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ രാവിലെ ഉണ്ടായി രാത്രി ഉണ്ടായി. മിനിയാന്നും രാവിലെ ഉണ്ടായി രാത്രി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പരിപാടിയൊക്കെ വരുന്നത്. ഓരോരുത്തർ ഇപ്പോൾ ഓരോ സൺഡേ എന്നോ സാറ്റർഡേ ഒന്നും ഇല്ല. അവർക്ക് ഇപ്പോൾ ഒരു കമ്പനിയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഓണത്തിൻ്റെ നമ്മൾ കണ്ടില്ലേ ഏതിൽ ഇട ദിവസങ്ങളായിരിക്കും കൊണ്ട് വെക്കുന്നത്. സൺഡേ വെക്കൂല. കാരണം സൺഡേ മറ്റുള്ള ആവശ്യങ്ങൾ വരുന്നു വെച്ചിട്ട് ഇട ദിവസം കൊണ്ടുപോകും. അപ്പോൾ എന്താ പറഞ്ഞാൽ ഈ പരിപാടി ഇങ്ങനെ ഇപ്പോൾ കുറേ വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ യൂബറിലോട്ട് ഇപ്പോൾ കടന്നേക്കണോണ്ട് അതിൻ്റെ ഒരു വരുമാനമായിട്ട് അങ്ങനെ പോകുന്നു. പിന്നെ ഈ പ്രോഗ്രാമിന് പോകണമെങ്കിലും യൂബറായിട്ട് പോകുള്ളൂ, ഓട്ടോറിക്ഷയായിട്ട് പോകുള്ളൂ. ലോങ് ആണെങ്കിലും കൂടുതൽ പരിപാടി വന്നാൽ ഇപ്പോൾ ലോങ്ങാണ്. പെരുമ്പാവൂര്. ഈ കേരളം വിട്ടിട്ട് ഇപ്പോൾ പരിപാടികൾ എങ്ങനെയാണ് വരാറുള്ളത്? കേരളം വിട്ടിട്ട് പിന്നെ ഊട്ടിയിലുണ്ടായിരുന്നു. പിന്നെ ഊട്ടിയിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ലാസ്റ്റ് പോയത് പിന്നെ കുറച്ച് അത്ര പിന്നെ ലോങ് പോയിട്ടില്ല. ഇത് തന്നെ കേരളത്തിലെ ലോങ്ങിൽ
എല്ലായിടത്തും ഉണ്ട്. കാലിക്കറ്റ്, പിന്നെ കണ്ണൂർ, താമരശ്ശേരി, പിന്നെ ഈരാറ്റുപേട്ട, കേരളം മുഴുവനും പിന്നെ ഈരാറ്റുപേട്ട, പിന്നെ പുനലൂര്, അങ്ങനെ പ്രോഗ്രാം അവിടെയൊക്കെ ഇപ്പോൾ കണക്ഷനായി. ഒരുപാട് ആൾക്കാരായിട്ട് കണക്ഷൻ ഉണ്ട്. അവർ അടുത്ത പ്രോഗ്രാമുകൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് തന്നോണ്ടിരിക്കും. അതിൻ്റെ ഇടയ്ക്കാണ് ഈ പറഞ്ഞ കൈകുട്ടിപ്പാട്ട് എന്ന് പറയുന്നത്. അതെ അതെ, കൈകുട്ടിപ്പാട്ട് അതൊരു ഭയങ്കര, അതായത് വീണ്ടും കൊണ്ടുവന്നു. അത് പലർക്കും അറിയില്ലേ കൈകുട്ടിപ്പാട്ട് എന്താ. അതെ 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 അതെ. അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെയൊക്കെ കുഞ്ഞുനാളിൽ ഞങ്ങൾ കൈകുട്ടിപ്പാട്ട് എന്ന് കണ്ടിരിക്കണം. എൻ്റെയൊക്കെ കുഞ്ഞുനാളിൽ കല്യാണ വീടുകളിൽ പിന്നെ പഴയ ഉമ്മമാർ, അതിൻ്റെ ഇത് പറയുകയാണെങ്കിൽ പർവ്വ സിനിമയിൽ ആ പാട്ടുണ്ട്. അതെ അതെ അതെ, വടക്കേലെ പാത്തുമ്പർ തുടങ്ങണം. അത് ശരിക്കുള്ള അങ്ങനെ ഒരു ടീമുണ്ടായിരുന്നു കൊച്ചിയിൽ, പഴയ ഉമ്മമാർ. അവരെ വിളിക്കും. അപ്പോൾ പെണ്ണിൻ്റെ തലേന്ന് മൈലാഞ്ചിക്കൊക്കെ നമ്മൾ ഹൽദി പറഞ്ഞാൽ ഇപ്പോഴാണ് ഹൽദി, വീട്ടിനകത്ത് തന്നെ മൈലാഞ്ചിട്ടൊരു പെണ്ണിനെ ഇവർ, അപ്പോൾ അവർക്ക് പട്ടിക്കൊക്കെ വെച്ച് കൊടുക്കും, മുറുക്കാനും മേടിച്ചു കൊടുക്കും. മുറുക്കാൻ തിന്നുകൊണ്ട് ഇവർ ഇങ്ങനെ, ഇപ്പോൾ ഉദാഹരണം വടക്കേലെ ഭാഗത്തിനാലോ, അപ്പം മുറുക്കാൻ ഫുൾ ടൈം മുറുക്കാൻ വായിൽ ഇത്ര ഉണ്ടാവും. ഈ പാട്ടിൻ്റെ ഇടയിൽ കൂടി ഇത് ഇങ്ങനെ തുപ്പയും ചെയ്യും. അതവരൊരു സ്റ്റൈലാണ്. അപ്പോൾ ആ ഒരു സമ്പ്രദായത്തിൽ വന്ന ആ ഒരു കാലഘട്ടത്തിൻ്റെ ആ ടീമുകളെല്ലാം അവശേഷിച്ച് പോയി. അവർക്കൊരു തലമുറക്കാർ പിന്നെ വന്നിട്ടില്ല. അതിൽ എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് 1-2 പേരെ വെച്ചിട്ടാണെന്ന് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് ഈ പറവയിലൊക്കെ പഠിപ്പിച്ചെന്ന് തോന്നും. അതിലിപ്പോൾ 1-2 പേര് ഇപ്പോൾ ഈയിടക്ക് മരണപ്പെട്ടു പോയി. അപ്പോൾ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു ചിന്ത വന്നിട്ടില്ല. ഇത് കൊച്ചിയിലുള്ള നമ്മൾ 1-2 സുഹൃത്തുക്കൾ ഒരു ചായക്കടയിൽ നിന്ന് സംസാരിച്ചപ്പോൾ, ഇപ്പോൾ വടക്കൻ മേഖലയിൽ, വടക്കൻ പ്രദേശങ്ങളിൽ ഈ കൈകൊട്ടിപ്പാട്ട് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടല്ലോ. അത് ആമ്പിള്ളേരാണ്, ഇന്നത്തെ ആമ്പിള്ളേർ, യുവതലമുറകളാണ് തുടങ്ങിയിരിക്കുന്നത്. അത് കുറേ നാളായിട്ടുണ്ട്. അത് ഇവർ കണ്ടപ്പോൾ, അത് പല വെറൈറ്റി ആയിട്ട് ഇപ്പോൾ ഓരോ ചെയ്യുന്നുണ്ട്. അവർ കണ്ടപ്പോൾ ഇവർ തമ്മിൽ സംസാരിച്ചിട്ട് പറഞ്ഞു, എന്തുകൊണ്ട് നമുക്കിത് കൊച്ചിയിൽ ചെയ്തുകൂടാ, കൊച്ചിയിൽ ഇല്ലല്ലോ ഇത്. അപ്പോൾ മറ്റാൾ പറഞ്ഞു, കൊച്ചിയിൽ ഇത് പണ്ടേ ഉണ്ടായിരുന്നതാണ്, ഇങ്ങനെ ഇത് നമുക്കിത് തുടങ്ങിക്കൂടെ. അപ്പോൾ തുടങ്ങാം, പക്ഷെ നമുക്ക് ഇതിന് പറ്റിയൊരു ടീമും കാര്യങ്ങളൊക്കെ വേണമെന്ന്. അപ്പോൾ മറ്റേ സുഹൃത്ത് പറഞ്ഞ്, അതിലൊരാൾ ഹനീഫാക്കാരി എന്ന് പറഞ്ഞിട്ട്, ഒരാൾ പിന്നെ സൈനുദ്ദീൻ, ഇവർ 2 പേരും കൂടി സംസാരിച്ച്. അപ്പോൾ ഹനീഫാക്കാരി പറഞ്ഞു, എൻ്റെ കയ്യിലൊരാളുണ്ടാ, ഇതിനെ പറ്റിയൊരു പാർട്ടിയുണ്ട്, അവൻ കുറേ ആൽബമൊക്കെ ചെയ്തിട്ടുണ്ട്, കൊച്ചിയിൽ നല്ലൊരു ഇതാണ്. അപ്പോൾ ആരാന്ന് വെച്ചപ്പോൾ ഇങ്ങനെ നവാസ് മൊയ്തു. അപ്പോൾ നവാസ് മൊയ്തുവിനെ എനിക്കറിയാം, നവാസ് മൊയ്തു നമുക്ക് പഴയ അറിയാം. പുള്ളിയെ വിളിപ്പിച്ച് സംസാരിക്കാൻ. അങ്ങനെ എന്നെ വിളിപ്പിച്ച് എന്നോട് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത്, നീ ഇതിൻ്റെ കോർഡിനേറ്ററായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. നമ്മൾ അതിനെന്താണെന്ന് പറയും, നമുക്ക് ചെയ്യാം, നല്ലൊരു ആശയമാണ്, കാരണം നമുക്കിവിടെ കൊച്ചിയിലില്ല. അങ്ങനെ പിന്നെ അതിൽ ഇവർ 2 പേരും നമ്മൾ 3 പേരും ഞാനും കൂടി ഉൾപ്പെടുത്തി നമ്മൾ ഓരോ പേരിൽ ഡിസ്കസ് ചെയ്തു. വാട്സപ്പിൽ തന്നെ ഓരോരോ പേരിട്ടിട്ട്, അങ്ങനെ സൈനുദ്ദീൻ എന്നൊരാളും കുറച്ച് പേരിട്ട്. അപ്പോൾ അതിൽ ഒരു പേര് നമുക്ക് എല്ലാവരും കൂടി ആപ്റ്റായി. ഓക്കെ, കൊച്ചിക്കാരുടെ കൈകൊട്ടിപ്പാട്ട് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്ലാൻ ചെയ്ത് എൻ്റെ ഒരു സുഹൃത്തിനെ കൊണ്ടുപോയിട്ടുണ്ടായി. എൻ്റെ കൂടെ സ്ഥിരം പാടുന്നൊരു കൊച്ചിൻ റിയാസ് എന്നൊരു കൂട്ടുകാരുണ്ട്, അവനെ കൊണ്ടുണ്ടായി. അപ്പോൾ അവനെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ അപ്പം തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് എത്രയും പെട്ടെന്ന് കലാകാരന്മാരെ നമുക്ക് കൂട്ടണം. അപ്പോൾ നമുക്ക് ആപ്റ്റായിട്ടുള്ള കുറേ, അതായത് കുറേ കലാകാരന്മാരുണ്ട്, പക്ഷെ വളരാതെ കിടക്കുന്ന കുറേ കലാകാരന്മാരുണ്ട്. ഞാൻ എൻ്റെ മനസ്സിൽ അവരെയാണ് ഉദ്ദേശിച്ചത്. അവരെയും കൂടി ഇതിലിട്ടാൽ അവർക്കിതൊരു രക്ഷപ്പെട്ടാൽ അവർക്കൊരു ഇതല്ലേ. അപ്പോൾ അങ്ങനെ അവരെ സെലക്ട് ചെയ്തിട്ട് കുറേ പേരെ ഇതിലിട്ട് അങ്ങനെ ഒരുപാട് കലാകാരന്മാരായി, 10-25 പേരോളായി. ഞങ്ങളൊരു മീറ്റിംഗ് വെച്ച് അന്ന് KJ ആൻ്റണി, നമ്മൾ നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, അദ്ദേഹത്തിനെ രക്ഷാധികാരിയാക്കി നിർത്തിക്കൊണ്ടാണ് നമ്മളിത് തുടങ്ങിയത്. അതിൽ കുറച്ച് പേരൊക്കെ സ്വയമേ ഒഴിഞ്ഞു പോയി, കാരണം അവർക്ക് പല ഇതായിരുന്നു. അങ്ങനെ ഒരു ലാസ്റ്റ് വന്ന് ഫീമെയിൽ ഉൾപ്പെടെ ഒരു 14-15 പേരോളായി ഞങ്ങൾ തുടങ്ങി. കുറേ പരിപാടികൾ കിട്ടി, ഇപ്പോഴും പരിപാടികളുണ്ട്. ഇപ്പോൾ ഇത്തിരി സ്ലോ ആണ്, ഓരോ ഇതുണ്ട്. ഫീമെയിലിൻ്റെ അത്ര ഇല്ലെങ്കിലും ഫീമെയിൽസിന് കൂടുതൽ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യുന്നത് മെയിലാണ്. അപ്പോൾ ഇത്രയും പേര് വേണ്ട, പിന്നെ കൂടുതലും നമ്മൾ ഇത്രയും പേരെ കാണുമ്പോഴാണ് ഓരോരുത്തർ വിളിക്കാൻ ഇത്. അപ്പോൾ അത് 6 പേര് 4 പേര് മൊത്തം കോങ്കോട്രമും കൂടി കൂട്ടി പിന്നെ 8 പേരൊക്കെ ആയിട്ട് 6 സിംഗേഴ്സും 6 സിംഗേഴ്സും കോങ്കോട്രം 7 പേര്, അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പോകണം പ്രോഗ്രാം. അതും അതിൻ്റെ വഴിക്ക് പോകുന്നുണ്ട്, കുഴപ്പമില്ല. ഇപ്പോൾ ഞങ്ങളൊരു അതിലൊരു പ്രസിഡൻറ്റിനെ വെച്ചിട്ടുണ്ട്, ഒരു സെക്രട്ടറിനെ വെച്ചിട്ടുണ്ട്, ഒരു ഗജാഞ്ചിനെ വെച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ കോർഡിനേറ്റർ, പ്രോഗ്രാം കോർഡിനേറ്റർ. അത് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഇപ്പോൾ 2-3 കുറച്ച് ഓർഡറുകളൊക്കെ വന്നിട്ടുണ്ട്, അടുത്ത വർഷത്തേക്കൊക്കെ വന്നിട്ടുണ്ട്, കല്യാണ പരിപാടിയും എല്ലാണ്ടൊക്കെ ആയിട്ട്. കുറേ പാട്ടുകൾ നമ്മൾ അതിൽ ഒരു പാട്ട് സ്റ്റാർട്ടിങ്, അതിൻ്റെ ഒരു പിന്നെ എൻട്രി സോങ് ഞാൻ തന്നെയാണ് ചിട്ടപ്പെടുത്തിയത്, കൊച്ചിക്കാരുടെ കൈകൊട്ടി. അതെനിക്കൊന്ന് പാടാൻ തോന്നുന്നു, ഞാൻ കേട്ടിട്ടുണ്ട്. അത് കണ്ടോളൂ നിങ്ങൾ, കേട്ടോളൂ നിങ്ങൾ, കൊച്ചിക്കാരുടെ കൈകൊട്ടിപ്പാട്ട്, നമ്മുടെ കൊച്ചിക്കാരുടെ കൈകൊട്ടിപ്പാട്ട്.
കണ്ടോളൂ നിങ്ങൾ, കേട്ടോളൂ നിങ്ങൾ, കൊച്ചിക്കാരുടെ കൈകൊട്ടിപ്പാട്ട്, നമ്മുടെ കൊച്ചിക്കാരുടെ കൈകൊട്ടിപ്പാട്ട്. അറബിക്കടലിൻ റാണിയെന്നാൽ അറബിപ്പൊന്നും പൂശിയുള്ളതാ, ആ പൊന്നിൻ ചുറ്റും പൂശിയുള്ളതാ ഞങ്ങൾ നാനാജാതി മതസ്ഥരുകളാ. കണ്ടോളൂ നിങ്ങൾ, കേട്ടോളൂ നിങ്ങൾ, കൊച്ചിക്കാരുടെ കൈകൊട്ടിപ്പാട്ട്, നമ്മുടെ കൊച്ചിക്കാരുടെ കൈകൊട്ടിപ്പാട്ട്. ഇങ്ങനെ ആ പാട്ട്. അതിൻ്റെ ഒരു അത് അറബിക്കടലിൻ റാണി എന്നാൽ എന്ന് വെച്ചാൽ അറബിക്കടലിനാണ് നമ്മളെ കൊച്ചി, ദ ക്യൂൻ ഓഫ് അറേബ്യൻ സീ. എൻ്റെ മറ്റേ ഗ്രൂപ്പിൻ്റെ എൻ്റെ സാധാരണ ഇതിൻ്റെയൊക്കെ പേര് ഞാൻ അത് ഇട്ടേക്കണം കേട്ടോ, ദ ക്യൂൻ ഓഫ് അറേബ്യൻ സീ. ആ, അപ്പോൾ അറബിക്കടലിൻ്റെ റാണി എന്നാൽ അറബിപ്പൊന്നും പൂശിയതാ, ആ പൊന്നിൻ ചുറ്റും കൂടിയുള്ളതാണ് ഞങ്ങൾ നാനാജാതി മതസ്ഥരുകളാണ്. കാരണം കൊച്ചി എന്ന് പറയുന്നത് നിങ്ങളിതിൽ പാടുന്നതിലും എല്ലാ മതത്തിലെയും ഡിവോഷണൽ സോങ്സും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് പാടുന്നത്. പക്ഷേ കല്യാണ വീടുകൾ നമ്മൾ ചെയ്യുന്നില്ല, കാരണം അവർ പറയുന്നതനുസരിച്ച്. കാരണം അത് കല്യാണ വീടുകളിൽ ചിലപ്പോൾ അത് എല്ലാവരും ഉൾക്കൊണ്ടെന്നിരിക്കില്ല. നമ്മൾ അന്ന് അവിടെ ഒരു ഫംഗ്ഷനിലും അല്ലെങ്കിൽ ഒരു സ്റ്റേജ് പരിപാടിക്ക് ഉദ്ഘാടന പരിപാടിക്ക് ഞാനുണ്ടായിരുന്നു. അതെ, കറക്റ്റ്. അന്ന് സുരജ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മുടെ കുറച്ച് ഇതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, സുരജ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുഴപ്പമില്ലാതെ ദൈവം അനുഗ്രഹിച്ച് ആ ഒരു വഴിക്കാണ് നീങ്ങുന്നുണ്ട് നന്നായി. അപ്പൊ ഇനിയിപ്പോ ഭാവി പരിപാടികൾ ഇനിയിപ്പോ ഞാൻ പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞു, ഇപ്പോ അതല്ലാതെ ഇപ്പൊ ആൽബത്തിന്റെ ആ ഒരു CD-യുടെ കാലഘട്ടം കഴിഞ്ഞു, ഇപ്പൊ എല്ലാം ഡിജിറ്റലാണ്. അപ്പൊ ആ മേഖലയിലേക്ക് ഇപ്പൊ എങ്ങനെയാണ് അതായത് നടത്തുന്നുണ്ടോ? ഇപ്പൊ ഞാൻ മൊത്തത്തിലൊരു ശരിക്കും പറഞ്ഞാൽ 6-7 എണ്ണം ചെയ്തിട്ടുണ്ട് ആൽബം, 6-7 എണ്ണം ചെയ്തിട്ടുണ്ട്. അതിൽ പിന്നെ മേഘമായി, വയനാടൻ കാട് പൂത്തു, അഹദവനെ വിളി കേൾക്കില്ല നീ, ഇതൊക്കെ റിലീസായ സംഭവങ്ങളാണ്. ഇനി പിന്നെ ഒരു സംഭവം ചെയ്തത്, അത് വലിയൊരു സംഭവമായിരുന്നു. അതെൻ്റെ ഒരു വഴിത്തിരിവായിരുന്നു. അത് എൻ്റെ സമയം അത് പറയാൻ പറ്റില്ല, അത് ദൈവം ഇതാക്കി. നമ്മുടെ IPL കൊച്ചി ടസ്കേഴ്സിൻ്റെ ഒരു കളി ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് നമ്മളെ അളിയൻ്റെ തന്നെ ഒരു ഫ്രണ്ട്, നിങ്ങളറിയും, എല്ലാവരും അറിയും, നമ്മളെ സാജിദ് യഹിയ കൽപ്പൊക്കെ ചെയ്തില്ലേ, സാജിദ് യഹിയ എന്നോട് പറഞ്ഞ്, നമുക്ക് IPL വേണ്ടി ഒരു പാട്ട് ചെയ്യണം റഫീഖ് ഭായ് പറയുമ്പോൾ, അതിനെന്താ നമ്മളളിയുണ്ട് പുള്ളിയോട് പറയാമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ ഈ നാഗർജുനയിൽ ഓഫീസിലിരിക്കുകയാണ് അവിടെ കാക്കനാട്, ആ ഫ്ലാറ്റിലാണെന്ന് ഞാൻ. അപ്പോൾ എന്നെ വിളിച്ച്, അളിയാ എനിക്ക് ഒരു ചാൻസ് വന്നിട്ടുണ്ട്, ഒരു പാട്ട് ചെയ്തു, അത് ഈ കളി നടക്കുമ്പോൾ അവിടെ ഇടും, സ്റ്റേഡിയത്തിലിടും, മൊത്തം വൈറലാവും. അപ്പോൾ എന്താണ് സംഭവം വെച്ചാൽ കൊച്ചി ടസ്കേഴ്സിനെ കുറിച്ചൊരു പാട്ട് ഇറക്കാനാണ് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, നേരെ ഒരു 3-4 ദിവസത്തെ പേപ്പർ എടുത്ത് അങ്ങോട്ട് വായിച്ചിട്ട് ഈ ഏകദേശം ഇവരെക്കുറിച്ചൊരു രൂപം അങ്ങോട്ട് മനസ്സിലാക്കി, കൊച്ചി ടസ്കേഴ്സ് കൊമ്പന്മാരെന്താണെന്നുള്ളത്. അങ്ങനെ ഞാനൊരു പാട്ട് ഇവിടുന്ന് ഇരുന്ന് എഴുതി. കൊമ്പന്മാരെ വമ്പന്മാരെ IPL-ൻ വീരന്മാരെ, കൊച്ചിക്കാർക്കിന്നാഘോഷമായി കൊച്ചിൻ ടസ്കറിൻ വരവേൽപ്പോടെ, ഇന്നല്ലേ ആഘോഷം ആ കാണുന്ന പൊടിപൂരം, ഇന്നല്ലേ ആഘോഷം ഈ കാണുന്ന പൊടിപൂരം, തകിട 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 നന്ദാനാരേ. ഈ സംഭവം അതിൽ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് ചെയ്തത്. ഇത് വൈകുന്നേരത്തിന് ഞാൻ ക്ലിയർ ചെയ്ത് സാജിത്തിനെ വിളിച്ച്, ഓക്കെ നമുക്ക് ഓഫീസിലിരിക്കാമെന്ന് പറഞ്ഞു. വൈറ്റ് ലൈൻ ഓഫീസിൽ ചെന്ന് ഞാൻ പാട്ട് അവിടെ ടേബിളിൽ കൊട്ടിപ്പാടി തന്നെ പകുതി ആയപ്പോഴത്തേനും സാജിത്ത് പറഞ്ഞു, 1 മിനിറ്റ് ഇട്ടാന്ന് പറഞ്ഞു. സാജിത്ത് വേറൊരു പയ്യനുണ്ട്, അവനെ വിളിച്ച്, അവനെ എന്താ പടത്തിൻ്റെ പ്രൊഡ്യൂസറൊക്കെ ചെയ്തിട്ടുള്ളത്, ഒന്ന് ഓടി വാ ഒരു പാട്ട് കേൾക്കാമെന്ന് പറഞ്ഞു. പുള്ളി വന്ന് അതിന് 2 പ്രാവശ്യം 3 പ്രാവശ്യം അവിടെ നിന്ന് ആ പാട്ട് എന്നെ കൊണ്ട് പാടിപ്പിച്ച്. സംഭവം ഭയങ്കര ഇഷ്ടമായി എല്ലാവർക്കും. നവാസ് ഭായ് സൂപ്പർ സാധനം, നല്ല ഉഗ്രം സാധനം എന്ന് പറഞ്ഞു. അങ്ങനെ എന്നോട് വർക്ക് തുടങ്ങിക്കോ, ഞാൻ ക്യാഷ് അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഷക്കീറിനോട് സംസാരിച്ച് നേരെ ഷക്കീറിൻ്റെ അടുത്ത് പോയി. ഷക്കീർ ഋതുവൊക്കെ തുടങ്ങി വെച്ച് എൻ്റെ അപ്സര ചേട്ടനല്ലേ, അപ്പോൾ ഋതുവൊക്കെ തുടങ്ങി വെച്ച്. അപ്പോൾ എന്നോട് ഒരു ഫ്രൈഡേ അന്ന് MTV ചാനലില്ലേ, MTV ഒരു MTV അല്ലല്ലോ, ഒരു ഏതൊരു ചാനൽ അല്ല, കപ്പയല്ല, ആ ചാനലിപ്പോൾ ഇല്ല. ആ ചാനലിപ്പോൾ ഇല്ല, അത് നിലവിലില്ല. ഇപ്പോൾ ആ ചാനലുകാരാണ് ഈ പ്രോഗ്രാമൊക്കെ ഈ കവർ ചെയ്യണം. അതിൻ്റെ MD വരും വെള്ളിയാഴ്ച. വരുമ്പോൾ നവാസ് ഭായ് ഇവിടെ വന്നം, ഞാൻ അഡ്വാൻസ് മേടിച്ചു തരാമെന്ന് പറഞ്ഞു. ഞാനന്ന് അന്നത്തെ ദിവസമൊക്കെ ഞാൻ എപ്പോഴും ചെയ്യണത് സൈലൻറ്റിൽ വെക്കൂല, ഫോൺ ഓഫ് ചെയ്ത് വെക്കലാണ്, പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട്. അന്ന് വെള്ളിയാഴ്ചയായിരുന്നു. ഞാൻ അവിടെ നിന്ന് പള്ളിയിൽ പോകാൻ വേണ്ടി ഓഫ് ചെയ്ത് വെച്ചിട്ട് നേരെ പള്ളിയിൽ കയറി തിരിച്ചവിടെ വന്ന് ഭക്ഷണം കഴിച്ച് ഞാൻ അവിടെ ഒരു വെറുതെ ചാരി ഒന്ന് ഉറങ്ങിപ്പോയി. പെട്ടെന്ന് എണീച്ചപ്പോൾ 4 മണി.
അപ്പോൾ ഞാൻ ചോദിച്ചു ആരും കോൾ ചെയ്ത് കണ്ടില്ല. അപ്പോൾ ഞാൻ ഫോൺ ഓണാക്കലും സാജിത്തിൻ്റെ കോൾ എങ്ങനെ കിടക്കണം. സാജിത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ എന്ത് പണിയാണ് നവാസ് ഭായി കാണിച്ചത്, MD ഇവിടെ നിങ്ങളെ 2 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്തു, നിങ്ങൾ എന്താ ഫോൺ എടുക്കായിരുന്നു. ഞാൻ സാജിത്ത് ഞാൻ പള്ളിയിൽ പോയത്. ഓക്കെ, പള്ളിയിൽ പോയി സൈലൻറ്റ് ചെയ്ത് വെച്ചുകൂടായിരുന്നോന്ന് ചോദിച്ചു. ഞാൻ ഓഫ് ചെയ്ത് വെച്ചു. പക്ഷെ എന്ത് പരിപാടി, ഇനിയിപ്പോൾ എനിക്കറിയാൻ പാടില്ല എന്താവും ഏതാവും. പുള്ളി ആകെ ദേഷ്യം പിടിച്ചാൽ പോയെന്ന് പറഞ്ഞു. ഞാൻ വൈകുന്നേരം ഒക്കെ ഇന്നലെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നേരെ സാഹിത്യൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചിട്ട് രക്ഷയില്ല. എനിക്കിനി അറിയാൻ പറ്റില്ല എന്താ ചെയ്യണമെന്ന്. കാരണം ഞാൻ ഒന്നുകൂടി സംസാരിച്ച് നോക്കാമെന്ന് പറഞ്ഞു. പുള്ളി സംസാരിച്ചിട്ട് പിന്നെ പുള്ളിൻ്റെ ആ ഒരു മൂഡ് അങ്ങോട്ട് പോയി. പുള്ളി പാട്ടും കൂടി കേട്ടായിരുന്നെങ്കിൽ ഇതുണ്ടായിരുന്നേ. അങ്ങനെ അത് നടക്കാതെ അതിൻ്റെ ഒരു വിഷമത്തിൽ ഞാൻ ഷക്കീറിനോട് പറഞ്ഞേ, ഷക്കീർ ഭായി ഒരു കാര്യം ചെയ്യാം, എത്ര വരും ഇതിൻ്റെ ചിലവ്, ഒറ്റ പാട്ടല്ലേ ഉള്ളൂ. ഷക്കീർ പറഞ്ഞു ഇത്ര കാശ്. ഞാൻ പറഞ്ഞു എന്തെങ്കിലും ചെയ്യാൻ കുഴപ്പമില്ല ആവസെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഒരു ആഗ്രഹത്തിൽ എൻ്റെ ആ ഒരു വിഷമം തീർക്കാൻ ആ പാട്ട് ഞാൻ ഒരു ട്രാക്കും ഒരു CD, ഒരു പാട്ടും ഒരു സോങ്ങും ഒരു ട്രാക്കുമായിട്ട് ആ ഒരു CD-യിൽ ഫയൽ ചെയ്തിട്ട് ആ ഫയൽ എനിക്ക് അയച്ചു തന്ന് ഞാൻ ഒറ്റക്ക് പോയി നമ്മുടെ പുല്ലേപ്പടി പോയിട്ട് അതിൻ്റെ മേളിൽ ഒരു ടീമുണ്ട്, അവിടെ പോയിട്ട് CD ആക്കി എൻ്റെ സ്റ്റിക്കറൊക്കെ ഞാൻ മറ്റേ ഡിസൈനൊക്കെ ചെയ്ത് കൊമ്പന്മാരെ എന്ന് പറഞ്ഞിട്ട് കൊച്ചി ടസ്കേഴ്സ് കൊമ്പന്മാരെ എന്ന് പറഞ്ഞിട്ട് ആ സാധനം ഞാൻ CD ആയിട്ട് ഇറക്കി. എന്നിട്ട് ഒരു 100 CD അടിച്ചിറക്കിയിട്ട് 25 റുപ്പീസിന് ഒരു CD-ക്ക് പേയ്മെൻറ്റ് വിട്ടിട്ട് ആ സ്റ്റേഡിയത്തിൽ തന്നെ കുറേ പേർക്ക് വിതരണം ചെയ്ത് വിറ്റും കുറേ പേർക്ക് ഫ്രീ ആയിട്ടും കൊടുത്ത് അത് തീർത്ത്. സന്തോഷം. അത് വല്ലാത്തൊരു എന്താ പറയുക. പക്ഷേ എനിക്കിപ്പോൾ വേറൊരു ആഗ്രഹമുണ്ട്. ഈ വരുന്ന ന്യൂ ഇയറിന് ടൈം കിട്ടിയിട്ടില്ല. ഈ ന്യൂ ഇയറിന് ആ വരികൾ വെച്ച് തന്നെ അതൊരു ന്യൂ ഇയർ സോങ് ആയിട്ട് ഇറക്കിയാലോ എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ആ വരികളിൽ മാറ്റം വരുത്തിയിട്ട് ആ ട്യൂൺ വെച്ചിട്ട് തന്നെ കുറച്ച് ഫാസ്റ്റാണ് സംഭവം. അതൊരു ന്യൂ ഇയർ സോങ് ആയിട്ട് ഇറക്കിയാലോ എന്നുള്ളത് അങ്ങനെ ഒരു ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. ചിലപ്പോൾ ഞാൻ അത് ചെയ്തിരിക്കും. അത് വലിയ റിസ്ക് വരുന്നില്ല. അപ്പം അങ്ങനെ ഒരു ഐഡിയ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു സംഭവം അങ്ങനെ അത് ഒരു ആൽബത്തിൽ പെട്ടതാണ്. ഏത് ഇപ്പോൾ ഈ പറഞ്ഞത് ഒരു ആൽബത്തിൽ പെട്ടതാണ്. അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ 7 ആൽബം ചെയ്തിട്ടെന്ന് പറഞ്ഞതിൽ പെട്ടതാണ് ഈ ഒരു സംഭവം. അപ്പം ഇനി എന്തായാലും ഈ പറഞ്ഞ പരിപാടികൾ ഉഷാറായിട്ട് നടക്കട്ടെ. പിന്നെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫിലിമിൽ എപ്പോഴും ചാൻസ് 1-2 ഇടയ്ക്ക് വന്നിരുന്നു. അഭിനയിക്കാനാണോ അതോ പാടാനാണോ? അഭിനയിക്കാനിപ്പോൾ ഈ പറഞ്ഞില്ലേ ജാക്കി ഷെരീഫ് കഴിയുമ്പോൾ പിന്നെ ഒന്നുകൂടി ഇൻട്രസ്റ്റ് ആയി. ഞാൻ പുള്ളിയോടൊന്ന് വിളിച്ചു പറഞ്ഞു റഫീഖ് ഭായി അടുത്ത ചെയ്തു, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി പോയി എന്ന് പറഞ്ഞു. ഇല്ല നോക്കട്ടെ നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് ഞാൻ സ്ക്രിപ്റ്റൊക്കെ ചെയ്യുന്നുണ്ട്. 1-2 സ്ക്രിപ്റ്റൊക്കെ ഫിലിമിനൊക്കെ പറ്റിയ സ്ക്രിപ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു സ്ക്രിപ്റ്റ് ഒരു പാർട്ടിനെ കൊണ്ട് കേൾപ്പിച്ചതാണ്, അവർക്ക് ഇഷ്ടമായതാണ്. റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു സ്റ്റോറി വേണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ അപ്പോൾ എവിടെ ഒരു പോകുന്ന നമുക്ക് അറിയില്ലല്ല, പോട്ടെ പോകണിടത്തോളം പോട്ടെ. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു അടിപൊളി ഒരു ഹിറ്റി പാട്ടും കൂടി ആയിക്കോട്ടെ, അതുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? ഓക്കെ. മുസാഫിർ ഹൂ യാരോ നഗർ ഹൈ നാ ठिकाना मुझे चलते जाना है बस चलते जाना मुसाफिर हूँ यारो नगर है ना ठिकाना मुझे चलते जाना है ബസ് ചൽത്തേ ജാനാ. ഞാൻ ഈ അടുത്ത് എനിക്ക് തോന്നുന്നു മിന്നൽ വള ഇപ്പൊ പാടാറുണ്ടെന്ന് തോന്നുന്നു. അതാണ് നമുക്ക് പുതിയ യൂത്തിന്റെ അതും കൂടി ഒന്ന് പാടല്ലേ. പല സ്ഥലത്തും അത് പാടാൻ പറയുന്നുണ്ട് തോന്നുന്നു. ഇത് ഞാൻ ഈ കഴിഞ്ഞ മാസം പൂക്കാട്ടുപടിയിലൊരു ഹൈനസ് ഹാൾ എന്ന് പറഞ്ഞ ഹാളുണ്ട്, അവിടെ ഞാൻ പാടിയിട്ട് അത് എനിക്ക് തോന്നുന്നത് ഞാൻ അന്ന് കണ്ടപ്പോൾ 6.9K ഒക്കെ ആയിട്ടുണ്ടായി. അപ്പം എനിക്കൊണ്ട് അതിൽ കൂടിയിട്ടുണ്ടാവും. അത് ഭയങ്കര ഇത്തിരി ഒരു വൈറലായിട്ട് അങ്ങനെ നിൽക്കുകയാണ് ആ പാട്ട്. അത് എല്ലാവരും പറഞ്ഞ് നല്ല രസമായിട്ടുണ്ട് അതിൻ്റെ ഒരു ആ വോയിസ് ടച്ച്. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവന്ന്, പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി, തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു, പൂ പോലെ നീ വിരിഞ്ഞു. ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളെ കൊണ്ടലായി, കണ്ട നേരം കൊണ്ടലായി, കൊണ്ടലിൽ മിന്നലായി,
മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തോടാൻ എത്തുകില്ല മാരിവില്ലാണു നീ. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തോടാൻ എത്തുകില്ല മാരിവില്ലാണു നീ. ഓക്കെ, വീണ്ടും കാണണം അല്ലേ? ഓക്കെ ഓക്കെ. അഡ്വാൻസ് ന്യൂ ഇയർ വിഷസ്. ന്യൂ ഇയറിന്റെ പരിപാടി നടക്കട്ടെ. പരിപാടി ഇനി വീണ്ടും പരിപാടിയൊക്കെ വരുന്നുണ്ട്. ഓക്കെ, എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം എല്ലാവരും. ഓക്കെ, നമസ്കാരം, താങ്ക് യു.